ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ വന്ദനം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 3 വർഷമായി ബഥേൽ വികാരിയായി സുദീർഘമായ സേവനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട വികാരി ഫാദർ ജോൺസൺ പി ജോർജ് തൻ്റെ സേവനം പൂർത്തിയാക്കി ഇന്ന് നമ്മുടെ വിട ചൊല്ലുകയാണ്. അദ്ദേഹത്തിന് ഉചിതമായ ഒരു യാത്രയപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അതിന് ചുമതലപ്പെട്ടവരെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഈ വേദി അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട വികാരി ഫാദർ ജോൺസൺ പി ജോർജിനെ അത്യാദരപൂർവ്വം ക്ഷണിക്കുന്നു വേദിയിലേക്ക്. അതോടൊപ്പം അധ്യക്ഷനായി നമ്മുടെ പ്രാർത്ഥനയോഗ ജനറൽ സെക്രട്ടറി ശ്രീ PV അപ്പാപ്പു, ബഥേൽ അരമനപ്പള്ളി ട്രസ്റ്റി ശ്രീ ചെറിയാൻ വർഗീസ്, സൺഡേ സ്കൂൾ HM ശ്രീമതി റെനി തോമസ്, മർത്തമറിയം സമാജം ജനറൽ സെക്രട്ടറി ശ്രീമതി ആനി ബേബി ജോൺ, യുവജന പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് ശ്രീ സണ്ണി മണലൽ, മർത്തമറിയം സമാജം ചെങ്ങന്നൂർ ഡിസ്ട്രിക്ട് സെക്രട്ടറി ശ്രീമതി LC ജോർജ്, ശുശ്രൂഷ സംഘം പ്രതിനിധി ശ്രീ PP ഷാജി, ഭദ്രാസന കൗൺസിൽ അഡ്വൈസറി ബോർഡ് അംഗം ശ്രീ DJ ചാക്കോ, മുൻ സൺഡേ സ്കൂൾ HM ശ്രീ DS കറിയ എന്നിവരെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു. പ്രാർത്ഥനയോടുകൂടി ഈ സമ്മേളനം ആരംഭിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആത്മ ഞങ്ങൾക്ക് തരണം. പ്രകാരം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ നന്മ ദോഷം ഈശ്വരെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. നിങ്ങൾ ദോഷം ഞങ്ങളെ രക്ഷിക്കണം. എന്നോട് നാളെ ശക്തിയും നോക്കൂ നേരിട്ടുള്ളതാകും. സ്വാഗതം അർപ്പിക്കുന്നതിനായി ഫസ്റ്റ് അവർ ശ്രീ ചെറിയാൻ വർഗീസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ PV അപ്പാപ്പുക്ക് ബഹുമാനം ചൊല്ലിയാൻ ഫാദർ ജോൺസൺ ജോർജ്, സന്നിധരായിരിക്കുന്ന ഏവർക്കും അസോസിയേഷൻ സ്നേഹവന്ദനം. കഴിഞ്ഞ 3 വർഷക്കാലം ഈ ദേവാലയത്തിൻ്റെ വികാരിയായി സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ ഒരു വികാരി എന്നതിലുപരി ഈ ദേവാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് സഹായിക്കുമായിരുന്നു. അച്ഛൻ വന്നതിന് ശേഷമാണ് ഈ ദേവാലയത്തിൻ്റെ ട്രസ്റ്റി എന്ന പദവിയിലേക്ക് ചുമതലപ്പെടുത്തിയത്. ഓഫീസ് കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങളിൽ പരിചയമില്ലാത്ത എനിക്ക് കൂടെ ഇരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി തന്ന് എൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിച്ചത് അച്ഛനാണ്. അതുപോലെ ഈ ഇടവക ജനങ്ങളെ ഒരുപോലെ സ്നേഹിക്കുകയും കരുതുകയും എല്ലാവരുടെയും സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേരുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായ ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛന് എല്ലാവിധ യാത്രാമംഗങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമതായി അധ്യക്ഷൻ ശ്രീ PV അപ്പാപ്പു പ്രാർത്ഥനാ യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സുദീർഘമായ സേവനം അനുഷ്ഠിക്കുന്നു. ഈ ഇടവകയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായി സ്വാഗതം ആശംസിക്കുന്നു. ഫാദർ ജോൺസൺ ജോർജ് 3 വർഷക്കാലം ഈ ദേവാലയത്തിൻ്റെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. അച്ഛൻ എൻ്റെയും ഇടവകയുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. റെനി തോമസ് സൺഡേ സ്കൂൾ HM എന്ന നിലയിൽ സുദീർഘമായ സേവനം അനുഷ്ഠിക്കുന്നു. കൊച്ചമ്മയ്ക്ക് എൻ്റെയും ഇടവകയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ആനി ബേബി ജോൺ മർത്തമറിയം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഏറ്റവും ഭംഗിയായി കാര്യങ്ങൾ എല്ലാം നടത്തി വരുന്നു. ആനി ബേബി ജോണും എൻ്റെയും ഇടവകയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. CP ഷാജി ശുശ്രൂഷ സംഘത്തിന് വേണ്ടി നന്നായി പ്രവർത്തിക്കുന്നു. ബഹുമാനപ്പെട്ട ഷാജിക്ക് എൻ്റെയും ഇടവകയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു.
സണ്ണി മണ്ണലയിൽ അഡ്വൈസറി ബോർഡ് അംഗമാണ്. ദേവാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പ്രവർത്തിക്കുന്നു. യുവജന പ്രസ്ഥാനം വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്നു. സണ്ണി മണ്ണയിൽ നിന്നും എൻ്റെയും ഇടവകയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. എൽ.സി. ജോർജ് ഡിസ്ട്രിക്ട് മർത്തോറിയ സെക്രട്ടറിയായി കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നു. മുൻ മർത്തോറിയ ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. എൽ.സി. ജോർജിനെ എൻ്റെ വ്യക്തിപരമായും ഇടവകയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. വി.ജെ. ചാക്കോ വെള്ളൂരിനടുത്ത് ഒരു ഭദ്രാസന കൗൺസിൽ അംഗമായി സുദീർഘമായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. പ്രതിപരീക്ഷ കൂടാതെ എല്ലാ കാര്യങ്ങളിലും പകരുന്നവരാവുന്നില്ലാതെ പ്രവർത്തിക്കുന്നു. എൻ്റെ വ്യക്തിപരമായും ഇടവകയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. കൃതജ്ഞത വി.എസ്. ചറിയ മുൻ സന്ദർഭ ഹെഡ്മാസ്റ്റർ എൻ്റെയും ഇടവകയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അവസാനമായി സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. പ്രാർത്ഥനായോഗ ജനറൽ സെക്രട്ടറി ശ്രീ അപ്പാപ്പുവിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദ്യമായി ദൈവത്തിരുനാമത്തിന് കൊടുക്കും. ഇന്ന് മെയ് 29. ഈ ദിവസം കുറച്ച് നാളുകളായി ഓർത്തുകൊണ്ടിരിക്കുക. ഈ വലിയ നോമ്പ് കഴിഞ്ഞാൽ അച്ഛൻ്റെ ട്രാൻസ്ഫർ ഉണ്ടാകും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനു മുമ്പായി കൂടി വന്നിരിക്കുന്ന ദൈവജനത്തിന് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിലേക്ക് നയിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഞാൻ നമ്മുടെ കൊടിമരത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ അച്ഛൻ ആ സമയത്താണ് ശനിയാഴ്ച ദിവസം വരുന്നത്. രാവിലെ കുർബാനയിൽ സാധാരണ കാണുന്നത് പോലെയുള്ള മുഖമായിരുന്നില്ല അന്ന് എനിക്ക് ദർശിക്കാൻ കഴിയും. വളരെ ഒരു പ്രത്യേക രീതിയിൽ എന്തോ അച്ഛൻ്റെ മുഖത്ത് ഒരു പ്രാരത, അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അതെനിക്ക് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം 3 വർഷം ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അച്ഛനെ കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത് എന്ന് എനിക്ക് വ്യക്തമായൊരു ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നുണ്ട്. എങ്കിലും അത് വാക്കുകളെ കൊണ്ട് പ്രകടിപ്പിക്കുവാൻ സാധിക്കാത്ത ഒരു സംഭവമാണ്. പെട്ടെന്നായിരുന്നു ആ ദിവസം വന്നെത്തിയപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത. അത് എനിക്ക് പറയുവാൻ വാക്കുകളില്ല. എല്ലാ ദിവസവും ദൈവിക ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ആത്മീയ അനുഗ്രഹം നമ്മുടെ കർത്താവിൽ നിന്ന് ചോദിച്ചു വാങ്ങി പങ്കിട്ട് തരികയും ചെയ്യുന്ന നല്ല ഒരു പുരോഹിതനായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എനിക്ക് മാത്രമല്ല, ഈ കൂടിയിരിക്കുന്ന ദൈവജനത്തിന് മുഴുവനായിട്ട് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ദേഷ്യമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും മുഖഭാവം മാറി വേറെ രീതിയിൽ ഞാനൊരു പുരോഹിതനാണ് അങ്ങനെയുള്ള രീതിയിലല്ല അച്ഛൻ നമ്മോട് എന്നും പെരുമാറുന്നത്. നമ്മൾ തെറ്റ് ചെയ്താലും അച്ഛനത് മനസ്സിലാക്കി നമ്മളോട് സ്നേഹമായിട്ട് അത്രയും പെരുമാറുന്നു. നമ്മുടെ വികാരി ജോൺസൺ പി. ജോർജ് അച്ഛന് എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അച്ഛൻ നമ്മോടുകൂടെ കുറച്ച് കൂടുതൽ ദിവസങ്ങൾ, കുറച്ച് മാസങ്ങൾ, കുറച്ചുകൂടി വർഷങ്ങൾ പണ്ടത്തെ കാലത്ത് അച്ഛന്മാരൊക്കെ ഇരുന്നത് പോലെ ഇരുന്നെങ്കിൽ കൊള്ളായിരുന്നു എൻ്റെ മനസ്സിൽ തോന്നി പോകുന്ന പല കാര്യങ്ങളും. ഇത്രയും ദൈവാത്മാവുള്ള ഒരു പുരോഹിതന്, അതുകൊണ്ടാണല്ലോ അച്ഛന് ഈ താഴ്മയും സ്നേഹവും എല്ലാം കിട്ടുന്നത്. ഒരു പുരോഹിതനെ തന്നെ നമുക്ക് ലഭിച്ചതിൽ നാം ഭാഗ്യവാന്മാരാകും. ശ്രേഷ്ഠപിതാവായ മാർ ഗ്രിഗോറിയസിൻ്റെ നാമത്തിൽ സ്ഥാപിച്ച ഈ ദേവാലയം
മറ്റ് ദൈവാലയത്തെക്കാളും ചെറുതല്ല എന്ന് ഞാൻ പറയാൻ കാര്യം വലിപ്പത്തിൻ്റെ കാര്യത്തിലല്ല. ഇവിടെ നിന്നും നമുക്ക് ഉയർന്നു വരുന്ന, നമുക്ക് ലഭിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ അത് എത്ര ശ്രേഷ്ഠമാകുന്നു. ഞാൻ ഒരു കാലത്തും ദർശിക്കാൻ പറ്റാതിരുന്ന ഒരു ദർശനം കൊണ്ട് കണ്ടു. ഈ ദേവാലയത്തിലെ മദ്ബായിലെ വിശുദ്ധ ത്രോണോസിലാണ് കണ്ടത്. അത് നമ്മുടെ അച്ഛൻ ഞാനൊരിക്കൽ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടുതൽ ദൈവമക്കൾ കൂടി ഉള്ളത് കൊണ്ട് ഒന്നുകൂടി പറയാമെന്ന് എൻ്റെ പ്രസംഗത്തിൽ പറയാമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ദൈവമക്കൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങളും ആത്മീയ അനുഭൂതിയും ഉണ്ടാകും. നമ്മുടെ ജീവിതം വളരെ ചെറുതും വളരെ ചുരുങ്ങിയതും അത്രേ എന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നു. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ എങ്ങനെ നടക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതൊക്കെ നമുക്കെല്ലാവർക്കും ഈ പിതാവിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ വികാരി ഫാദർ ജാസൻ പി ജോർജ് അച്ഛൻ മദ്ബായിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ദർശനം കണ്ടത്. അച്ഛൻ്റെ ഇടതുവശത്തായി ഒരു കാസ പ്രത്യക്ഷപ്പെടുന്നു. ആ കാസായിൽ നിന്ന് വളരെ ഒരു 1.5 മീറ്ററോളം ഉയരത്തിൽ ശക്തിയോടെ ശബ്ദത്തോടെ അതിൽ നിന്ന് അഗ്നി പുറപ്പെട്ടു വരും. അപ്പോൾ എനിക്ക് ദർശിക്കുവാൻ പറ്റുമായിരുന്നില്ല. എങ്കിലും എൻ്റെ ശരീരത്തെ ഒന്ന് മാറ്റി വേറെ രീതിയിൽ അത് പറഞ്ഞറിയിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. എൻ്റെ കണ്ണുകൾക്ക് കാണുവാൻ സാധിക്കുമായിരുന്നില്ല. എങ്കിലും കണ്ണ് നല്ലപോലെ നല്ലപോലെ കുറച്ച് തുറക്കുവാൻ സാധിക്കുന്നു. അത്രയും ശോഭയായിരുന്നു അതിൽ നിന്നും അതിൻ്റെ ആ അഗ്നിയുടെ ചുറ്റും അച്ഛൻ്റെ പ്രധാനപ്പെട്ട കുർബാന സമയത്ത് എത്രയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അത് അച്ഛൻ്റെ ആ നിർമ്മലതയുടെ ഒരു ഉദാഹരണം അത്രയും ശ്രേഷ്ഠനായ ആ ദർശനത്തിലെ അഗ്നി മുന്തിരിവള്ളികളാൽ ചുറ്റപ്പെട്ടിരുന്നു. വളരെ അധികം ബുദ്ധിമുട്ടോടെ എനിക്ക് കാണുവാൻ സാധിച്ചു. എനിക്ക് ശരീരം തന്നെ കാലുകൾ നിലത്തു മുട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. ആ രീതിയിൽ അത്ര ദർശിക്കുവാൻ സാധിച്ചു. അച്ഛൻ പോകുന്ന ഇനിയും അച്ഛൻ കൂടുതലായി ഉയരങ്ങളിലേക്ക് വരട്ടെ. നമ്മുടെ കർത്താവിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങളും ദിവ്യ തേജസ്സും അച്ഛനെ ലഭിക്കട്ടെ. അച്ഛൻ പോകുന്ന ദേവാലയത്തിൽ അച്ഛൻ പോകുന്നത് മുളപ്പുഴ സെൻറ് മേരീസ് ദേവാലയത്തിലേക്കാണ്. അത് വളരെ കുറച്ച് 2-3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. കർത്താവിൽ നിന്നും കൂടുതൽ ശോഭിക്കുവാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അതിനായി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു. ശ്രീമതി റെനി തോമസ്, സൺഡേ സ്കൂൾ ഹെഡ് മിസ്ട്രസ്, ആശംസ അർപ്പിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുത്തി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങൾ, സദസ്സിലിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ ഇടവരെ സുദൃഢമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജാക്സൺ അച്ഛന് യാത്രയയപ്പ് നടത്തുന്ന ഈ യോഗത്തിൽ സൺഡേ സ്കൂളിൻ്റെതായ ഒരു ആശംസ അറിയിക്കാൻ കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മുടെ ഇടവകയിലെ എല്ലാ ആധ്യാത്മിക സംഘടനകൾക്കും, പ്രത്യേകിച്ച് സൺഡേ സ്കൂളിന് വേണ്ടതായ എല്ലാ പ്രവർത്തനങ്ങളും നന്നായിട്ട് നൽകിക്കൊണ്ടിരുന്നു. കൂടാതെ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളെ പ്രത്യേകം കരുതുകയും എല്ലാ ഉപദേശങ്ങളും അതാത് സമയത്ത് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ OVS
ബാലസമാജം എന്നീ പ്രവർത്തനങ്ങൾക്കും വേണ്ടതായ എല്ലാ ഉപദേശങ്ങളും നമുക്ക് നൽകിക്കൊണ്ടിരുന്നു. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട അച്ഛന് സൺഡേ സ്കൂളിൻ്റെതായ അധ്യാപകരുടെയും കുഞ്ഞുങ്ങളുടെയും മറ്റ് പ്രവർത്തകരുടെയും എല്ലാം പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അച്ഛൻ പുതുതായിട്ട് പോകുന്ന ഇടവകയിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ അനുഗ്രഹകരമായി ചെയ്യുവാൻ തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. മർത്തമറിയം സമാജം ചെങ്ങന്നൂർ ഡിസ്ട്രിക്ട് സെക്രട്ടറി മർത്തമറിയം സമാജം ജനറൽ സെക്രട്ടറി ശ്രീമതി ആനി ബേബി ജോ. പ്രത്യേക ദൈവത്തിൻ്റെ വലിയ തീരുമാനത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അന്യനായ ബഹുമാനപ്പെട്ട ജോസഫൻ, ഇടവക ട്രസ്റ്റി, ഇടവക സെക്രട്ടറി, ആധ്യാത്മിക സംഘടനാ ഭാരവാഹികളെ, എൻ്റെ എല്ലാ ഇടവക അംഗങ്ങളിലെ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ സ്നേഹപകരണം. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് നമ്മുടെ ഇടവകയിൽ 3 വർഷം സുദീർഘമായ സേവനമനുഷ്ഠിച്ചതിന് ശേഷം, വികാരിയായി സേവനമനുഷ്ഠിച്ചതിന് ശേഷം മറ്റൊരു ഇടവകയിലേക്ക് ട്രാൻസ്ഫറായി പോകുന്ന ബഹുമാനപ്പെട്ട ജാസൻ ജോർജ് അച്ഛന് യാത്രയയപ്പ് നൽകുവാൻ വേണ്ടിയാണ്. നമുക്കറിയാം, നമുക്ക് അച്ഛനെ യാത്രയയപ്പ് നൽകുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു വിഷമമുള്ള കാര്യമാണ്. അച്ഛൻ പോകുന്നത് നമുക്ക് സങ്കടമാണ്. എന്നിരുന്നാലും നമ്മൾ അച്ഛനൊരു യാത്രയയപ്പ് നൽകിയും മതിയാവുകയുള്ളൂ. ഓരോ 3 വർഷം കൂടുമ്പോഴും നമ്മുടെ ഇടവകയിൽ പുതിയ വികാരിമാർ ചാർജ് എടുക്കും. അവർ വരുന്നതിന് മുമ്പേ നമ്മൾ അവരെ പറ്റി തിരക്കും. ആരാണ് നമുക്ക് വരുന്നത്, എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ അവരെ പറ്റി അന്വേഷിച്ചു തുടങ്ങും. എന്നാൽ ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മുടെ ഇടവകയിൽ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാവർക്കും അച്ഛനെ അറിയാമായിരുന്നു. അച്ഛൻ എന്നെ പരിചയമില്ലായിരുന്നുവെങ്കിലും എനിക്ക് അച്ഛനെ പരിചയമുണ്ടായിരുന്നു. കാരണം എൻ്റെ മാതൃ ഇടവകയായ തിരുവനന്തപുരം സെൻറ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നിന്നുമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ അവിടുത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഇവിടുത്തെ വികാരിയായി കടന്നു വരുന്നത്. ഇവിടെ വന്ന് 3 വർഷക്കാലം നമ്മുടെ ഇടവകയുടെ എല്ലാ ആത്മീയ കാര്യങ്ങളും നടത്തി തന്ന് എല്ലാ ആത്മീയ സംഘടനകൾക്കും അച്ഛൻ ശക്തി പകർന്ന് അച്ഛൻ ഇടവകയെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു അച്ഛൻ കുറച്ച് ചെറുപ്പമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അച്ഛനെ ഓടി നടന്ന് പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു. എന്നാൽ അച്ഛൻ വന്ന് ഏകദേശം ഒരു 10 മാസത്തോളം ആയപ്പോൾ നമുക്കറിയാം, കൊറോണ എന്ന് പറയുന്ന ഒരു വലിയ മഹാവ്യാധി ഈ ലോകത്ത് വരികയും അത് ഈ ലോകത്തെ തന്നെ മന്ദഗതിയിലാക്കുകയും ചെയ്തു. അത് നമ്മുടെ ദേവാലയങ്ങളെയും സാരമായി ബാധിച്ചു. നമ്മുടെ ആരാധനയിൽ സംബന്ധിക്കുവാനോ നമുക്ക് ദേവാലയത്തിൽ വരുവാനോ പരസ്പരം കാണുവാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആ സമയമൊക്കെയും ബഹുമാനപ്പെട്ട അച്ഛൻ തക്കത്തിൽ ഉപയോഗിച്ച് ദേവാലയത്തിൽ വളരെ അനുഗ്രഹപ്രദമായി ദൈവിക ആരാധനകളും ശുശ്രൂഷകളും നടത്തിപ്പോകുന്നു. അച്ഛൻ ഈ ദേവാലയത്തിലെ ചുമതലകൾ വഹിക്കുന്നതോടൊപ്പം തന്നെ അച്ഛൻ മറ്റു ചില ചുമതലകൾ കൂടി വഹിക്കുന്നുണ്ട്. അച്ഛൻ ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, മാർ തിലക്സിനോസ് ബുക്ക് സ്റ്റോർ, ഇവയുടെ ഒക്കെ അധിക ചുമതലയും ബഹുമാനപ്പെട്ട അച്ഛൻ വഹിക്കുന്നുണ്ട്. ഈ ചുമതലകളൊക്കെയും വഹിക്കുമ്പോഴും നമ്മുടെ മർത്തമറിയം സമാജത്തിൻ്റെ ഒരു കാര്യങ്ങൾക്കും അച്ഛൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. ഈ കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷം മർത്തമറിയം സമാജം എല്ലാ ദേവാലയങ്ങളിലും മുടങ്ങിക്കിടക്കുമ്പോഴും ബഹുമാനപ്പെട്ട അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, നമുക്കിനി നീട്ടിക്കൊണ്ട് പോകുവാൻ പറ്റത്തില്ല, നമുക്കിത് തുടങ്ങാം എന്ന് പറഞ്ഞ് അച്ഛനത് തുടങ്ങുവാനായി കാണിച്ച താല്പര്യം എനിക്ക് എടുത്തു പറയത്തക്കതാണ്. അത് അച്ഛൻ്റെ ശ്രമഫലമായി ഞങ്ങൾ മർത്തമറിയം സമാജം ആരംഭിക്കുകയും ചെയ്തു. അച്ഛന് ഈ ദേവാലയത്തിൽ ചെയ്തു തന്നിട്ടുള്ള എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ദൈവം തമ്പുരാൻ അച്ഛൻ 30, 60, 100 ഇരട്ടിയായി പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ ദൈവം തമ്പുരാൻ ആചരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ തക്കകാലത്ത് ഫലം കായ്ക്കുവാനും നിലപാടാത്ത വൃക്ഷം പോലെ പടർന്ന് പന്തലിച്ച് ശോഭിക്കുവാൻ ദൈവം തമ്പുരാൻ അച്ഛനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും മർത്തമറിയം സമാജത്തിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയും ചെയ്യുന്നു. അച്ഛനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെയും പോകുവാനിരിക്കുന്ന ഇടവകയിലും ഇതേപോലെ തന്നെ ശ്രേഷ്ഠമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള കൃപയും അനുഗ്രഹങ്ങളും ഉയരത്തിൽ നിന്നും സർവശക്തനത്തിന് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാനൊരു വാക്ക് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. MGM യുവജന പ്രസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ സണ്ണി മണലേലിനെ ആശംസ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ പ്രൊഫസൻ, നമ്മുടെ വികാരി ദാസനച്ചൻ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാർ, കഴിഞ്ഞ 3 വർഷക്കാലമായി ഈ ബദേലിൻ്റെ വികാരിയായി ഇവിടെ ചാർജ് എടുത്ത നമ്മുടെ ജാൻസൺ, സത്യത്തിൽ ഈ യാത്രയപ്പ് സമ്മേളനം ഒരു മാനസികമായ ഒരു പ്രയാസമുണ്ട്. കാരണം അച്ഛൻ 3 വർഷം കഴിഞ്ഞ് പോയ സംഭവം ശരിയാണ്. അച്ഛൻ വന്ന നാൾ മുതൽ ഈ ദേവാലയത്തിൽ എല്ലാവരുമായി വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും, പ്രത്യേകിച്ച് ഇടവകയുടെ ഭരണ സാരഥ്യത്തിൽ നിയന്ത്രിക്കുന്നത് ഒരു അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ ഭരണ കാര്യങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം. പിന്നെ എൻ്റെ അറിവിൽ അങ്ങനെ ഒരു വികാരിമാരും അങ്ങനെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇടപെട്ടില്ല. അറിഞ്ഞില്ല. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അത് അപ്പോഴപ്പോഴും അഡ്വൈസറി ബോർഡ് ഒരു കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ അത് അഡ്വൈസറി ബോർഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് വിജയിപ്പിക്കുന്ന കാര്യത്തിൽ അച്ഛൻ മുൻപന്തിരിക്കാം. നമുക്കറിയാം, അച്ഛൻ വന്നതിന് ശേഷം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ കാർപ്പറ്റട നമ്മുടെ സ്മാരക മന്ദിരത്തിൻ്റെ റൂഫിങ്, ഇവിടെ ഓട, അവസാനമായി നമ്മുടെ അത്താനസ് സിനിമയുടെ താപ്പ സ്ഥാപിക്കാനായി ഒരു കൂട് റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ നാളെ അതിൻ്റെ കുതാശ. അച്ഛനിവിടെ വൈദിക വിദ്യാർത്ഥിയായി ഇവിടെ ചെങ്ങന്നൂരിലെത്തുമ്പോൾ ഓതരയിലും നമ്മുടെ ഇവിടെയും അത്താനസ് തിരുമേനിയുടെ ശിക്ഷണത്തിൽ വളരെ കഷ്ടപ്പെട്ടു. നമുക്കറിയാം, ഓതര ദേറായിൽ അച്ഛൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിഞ്ഞത് അവിടുത്തെ ഈ പശുക്കളെ സംരക്ഷിക്കുന്ന കാര്യത്തിലായാലും കൃഷിക്കാര്യങ്ങളായാലും കൊള്ളാം. ഇതിന് അവിടുത്തെ ശരിക്കും ഒരു മെക്കാട് പണിയെടുക്കുന്ന പോലെ പണിയെടുത്ത് ആണ് തിരുമേനിയുടെ ശിക്ഷണത്തിൽ മുമ്പോട്ട് പോയിട്ടുണ്ട്. കാരണം ആ അത്താനസ് തിരുമേനിയുടെ ശിക്ഷണത്തിൽ പഠിച്ച ഒരു വൈദികരും നഷ്ടപ്പെട്ടു പോയിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ. ആ തരത്തിൽ ജനങ്ങളെ സ്നേഹിക്കാനും ക്ഷമിക്കാനും സഹിക്കാനുള്ള ഒരു മനസ്സ്, പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നേരിടാനായിട്ട് നിസ്സാരം. അതിലൂടെ വന്ന സമയത്ത് അറിയാമല്ലോ, കൊറോണയുമായി ബന്ധപ്പെട്ട് ഒരു ദേവാലയം അടച്ചിരുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. എന്നിട്ട് പോലും ഇവിടുത്തെ ഒരു കുറവും അറിയിക്കാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിറവേറ്റിയ അച്ഛന് പ്രത്യേകിച്ച് ഞാൻ അനുഭവിക്കുകയാണ്. തുടർന്നുള്ള കാര്യങ്ങൾ ഇപ്പം അച്ഛൻ ഇവിടുന്ന് മുളകളിലേക്കാണ് പോകുന്നത്. അവിടെ ഇതുപോലുള്ളൊരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തി. ആശംസകൾ അറിയിക്കുന്നു മർത്തമറിയം സമാജം ചെങ്ങന്നൂർ ഡിസ്ട്രിക്ട് സെക്രട്ടറി ശ്രീ MC ജോർജ്. പ്രിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത്രയും ബഹുമാന്യനായ അപ്പാപ്പൊച്ചാൽ, നമ്മൾ ഇത്രയും ബഹുമാനിക്കുകയും സ്നേഹിക്കുന്ന നമ്മുടെ ആഴ്ചനച്ഛൻ, വേദിയിലിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ടവരെ, നമ്മുടെ ദൈവം തമ്പുരാൻ സ്നേഹിക്കുന്ന നമ്മുടെ എല്ലാ ഇടവക ജനങ്ങളും, അച്ഛന് യാത്രയിൽ 3 വർഷമായിട്ട് നമ്മുടെ ഈ അനുഗ്രഹീതമായ ഇടവകയിൽ 3 വർഷമായി സേവനം അനുഷ്ഠിച്ചിട്ട് മുളക്കൽ സെൻറ് മേരീസ് പള്ളിയിലേക്ക് സ്ഥലം മാറി പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനെ എല്ലാ പ്രാർത്ഥന ആശംസകളും അർപ്പിക്കുവാൻ ഞാനിവിടെ നിൽക്കുമ്പോൾ, അച്ഛൻ ഞങ്ങളുടെ മർത്തമറിയം സമാജത്തിന് വേണ്ടി ചെയ്ത എല്ലാ നല്ല പ്രവർത്തനങ്ങളും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും 11 മണിക്കാണ് അച്ഛൻ്റെ ധ്യാനം തുടങ്ങുന്നത്. ആ 11 മണിയാകുമ്പോൾ അച്ഛന് 1.5 മണിക്കൂർ കൗൺസിലിംഗ് ക്ലാസ് കഴിഞ്ഞ് ഓടി അണച്ച് ഞങ്ങളുടെ കസേരയിലോട്ട് വന്നിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത്രയ്ക്ക് ക്ഷീണിച്ച് അവശനായിട്ട് ആ 11 മണിയുടെ ധ്യാനത്തിന് കയറി വരുന്ന അച്ഛനെ അല്പം കഴിയുമ്പോൾ അച്ഛൻ ആ ബൈബിൾ തുറന്ന് ഒരു വചനം എടുക്കുമ്പോൾ എത്രമാത്രം അച്ഛനെ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അച്ഛനിൽ നമുക്ക് കാണാൻ കഴിയും.
അച്ഛൻ വചനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ ക്ഷീണവും പോയി, അച്ഛൻ്റെ പ്രയാസവും പോയി, എല്ലാം പോയി. ഒരു ദൈവികമായ ഒരു കൃപ, ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപയിൽ അച്ഛൻ്റെ ആ വചന പ്രഘോഷണം ഞങ്ങളെന്നും ഓർക്കും. അച്ഛന് ആ ദൈവത്തിൻ്റെ വചനം തന്നെയല്ല, നമ്മുടെ ഓരോ ഭവനത്തിൻ്റെയും ഓരോ ചുറ്റുപാടുകളുള്ള സാഹചര്യങ്ങളെയും ആ സാഹചര്യങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതിനെക്കുറിച്ചും അതൊക്കെ നമ്മൾ വീട്ടിലെ അമ്മമാരായ നമ്മൾ അതിനൊക്കെ എങ്ങനെ പ്രതികരിക്കണം, നമ്മുടെ വീട്ടിലുള്ള അമ്മമാരാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലൊക്കെ എത്രയും ജാഗരൂകരായി ഇരിക്കേണ്ടതെന്നുള്ള എല്ലാ ഈ സാഹചര്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയാണ് അച്ഛൻ ഞങ്ങളെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും അധികമായി സന്തോഷം തന്നത് അച്ഛൻ ഞങ്ങളെ മർത്തമറിയ സമാജത്തിന് ഒരു ടൂറിന് കൊണ്ടുപോയി എന്നുള്ളതാണ്. അച്ഛൻ വന്നിട്ട് 6 മാസമേ ആയുള്ളൂ. മർത്തമറിയ സമാജത്തിലെ അമ്മമാരില്ല, അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പ്രായമുള്ളവരായി ഏകദേശം കൂടുതൽ അവരെല്ലാം കൂടെ അച്ഛൻ ഞങ്ങൾക്കൊരു ടൂർ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ അച്ഛനെ 6 മാസമേ ആയത് വന്നു. ചില അച്ഛന്മാർ പറഞ്ഞു 6 മാസം അല്ലെങ്കിൽ 3 വർഷം കിടക്കുന്നില്ല. അച്ഛൻ കേട്ടപ്പോഴേ ഈ അമ്മച്ചിമാരോടുള്ള സ്നേഹം കൊണ്ട് അച്ഛൻ പറഞ്ഞു അടുത്ത ആഴ്ച തന്നെ നമുക്ക് പോയി കളയാം. അങ്ങനെ അച്ഛൻ വിചാരിച്ച് പാവം പിടിച്ച അമ്മച്ചിമാരെങ്കിൽ 2-3 പള്ളികൾ കൊണ്ട് കാണിച്ചു കളയാം എന്ന് അച്ഛൻ്റെ ആ അമ്മച്ചിമാരുടെ ആ സന്തോഷം കൊണ്ട് അങ്ങ് സമ്മതിച്ചു. ടൂറിനുള്ള ബസ് വന്നപ്പോൾ അമ്മച്ചിമാരൊക്കെ ചുരിദാറൊക്കെ ഇട്ട് വളരെ സന്തോഷത്തോടുകൂടി ആ ബസ്സിൻ്റെ അകത്ത് കയറി കൈകൊട്ടി പാട്ട് പാടുന്ന കണ്ടപ്പോൾ അച്ഛൻ തന്നെ അതിശയിച്ചു പോയി. ഇടാ, ഈ അമ്മച്ചിമാർ അടുക്കളയിൽ കിടക്കുന്ന അമ്മച്ചിമാരായി കഷ്ടമുണ്ട്. ഇവരെ 3 പള്ളിയല്ല, ഞാൻ 5 പള്ളി കാണിച്ചു. അച്ഛനെ 3 പള്ളിക്ക് പകരം 5 പള്ളി കാണിച്ചു. എറണാകുളത്ത് നിന്നപ്പോൾ ലുലു മാളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അച്ഛൻ വിചാരിച്ചു ഇവരെല്ലാം മെട്രോയിൽ കയറ്റിയൊക്കെ അച്ഛൻ മെട്രോയിൽ കയറ്റി കഴിഞ്ഞ് ബോട്ടേ കയറാൻ പേടിയുള്ളൂ. എന്നാൽ ബോട്ടേ കയറാൻ പേടിയുള്ളവരെ എല്ലാവരും 1 മണിക്കൂർ ബോട്ടേ കയറ്റി ചുറ്റിച്ചു. എല്ലാം അങ്ങനെ വലിയ അമ്മച്ചിമാർക്കൽ ഒരു മകനെ അമ്മമാരെ എങ്ങനെ കൊണ്ട് നടക്കുന്നോ അതുപോലെ ആ ടൂറിന് അച്ഛൻ ഞങ്ങളെ കൊണ്ട് നടത്തിയ ആ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമായിത്തീരും. ഇവിടെ ഇരിക്കുന്ന സുഖമായ ഞങ്ങളെല്ലാം ചിരിക്കുന്നുണ്ട്, എല്ലാവർക്കും ആ അനുഭവങ്ങളുണ്ട്, എല്ലാവരും വളരെ സന്തോഷകരമാണ്. അച്ഛന് വേണ്ടി ഞങ്ങളെല്ലാം ഞങ്ങളുടെ മർത്തമ സമാജക്കാരെല്ലാം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അച്ഛനെ ഞങ്ങൾക്ക് ചെയ്ത എല്ലാ നല്ല സേവനങ്ങൾക്കും ഞങ്ങളെപ്പോഴും അച്ഛൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യും, അച്ഛനെ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. അച്ഛൻ എവിടെ പോയാലും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ അച്ഛൻ നടത്തിയ ആ നല്ല സന്ദർഭങ്ങളെല്ലാം ഓർത്ത് ഞങ്ങളെപ്പോഴും അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അച്ഛൻ്റെ മാതാവും അച്ഛൻ ഇതുപോലൊരു മകനെ കൊടുത്തതിൽ വളരെയധികം അഭിമാനിക്കേണ്ടതാണ്. അത്രയ്ക്ക് നല്ല നമ്മുടെ ഇടവകയിൽ അച്ഛൻ നല്ല ചുറുചുറുക്കോടും ഉത്സാഹത്തോടും കൂടി അച്ഛൻ്റെ പ്രവർത്തനം എല്ലാം നമ്മൾ കണ്ടത്, ഇടവമക്കളെല്ലാം കണ്ടതാണ്. പിന്നെ ഞങ്ങൾക്കൊരു വിഷമമുണ്ടെന്ന് ഉള്ളത് 1 വർഷക്കാലം മാത്രമേ അച്ഛൻ്റെ ഈ വചനം കേൾക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ പ്രതിസന്ധികൾ നമ്മുടെ ഇടയിൽ കടന്നു വന്നതുകൊണ്ട് ആ വചനം അധികം കേൾക്കുവാൻ നമുക്ക് സാധിച്ചില്ല. പക്ഷേ എല്ലാ ഇടവകകളിലും അടച്ചു പൂട്ടപ്പെട്ടിരുന്ന സമയത്തും നമ്മുടെ അച്ഛനെ അതൊന്നും വളർത്താതെ ഒത്തിരി വിലക്കുകൾ ഉണ്ടായിട്ടും അച്ഛനെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് കുറുക്കുവഴികളിലൂടെ കയറി പുറകുവശത്തെ വാതിലിൽ കൂടി കയറി ഈ ആരാധന ഒരിക്കലും മുടക്കാതിരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതുപോലെ പ്രതിസന്ധികളുടെ നടുവിൽ എത്രയോ വിഷമിക്കുന്നവർ, എത്രയോ പ്രയാസപ്പെടുന്നവരെ, പ്രായമായ അമ്മച്ചിമാരെല്ലാം വീടുകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന സമയത്തും അച്ഛനെ കൊറോണയെ പോലും വകവെക്കാതെ എല്ലാ വീടുകളും സന്ദർശിക്കുകയും എല്ലാവർക്കും ആശ്വാസ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അച്ഛൻ്റെ ഫോൺ നമ്പർ കൊടുത്തിരിക്കുക, പാതിരാത്രിയാണെങ്കിലും എന്നെ വിളിക്കുക, ഞാൻ അവിടെ ഉടനെ എത്തും. ഇതാണ് അച്ഛൻ്റെ ആ നല്ല ചുറുചുറുക്കുള്ള ആ ദൈവികമായ സ്വഭാവം നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ചാരിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഇടവകയിലെ വിഷമിക്കുന്നവരെയും പ്രയാസപ്പെടുന്നവരെയും സങ്കടപ്പെടുന്നവരെയും എല്ലാം കണ്ട് അച്ഛൻ കൈത്താങ്ങൾ കൊടുത്തിരിക്കും. പക്ഷെ ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. അച്ഛൻ അവിടെ എവിടെ ഒരു വിഷമമുണ്ടോ, എവിടെ ഒരു കൈത്താങ്ങൽ വേണോ, അച്ഛൻ അവിടെ പ്രവർത്തിച്ചിരിക്കും. അച്ഛനിവിടെ വന്നു കയറിയപ്പോൾ തന്നെ നിലമ്പൂരിലെ ആ വലിയ ഉരുൾപൊട്ടലിൽ പോയി എന്തുമാത്രം കഷ്ടത സഹിച്ച ചാരിറ്റികളൊക്കെ ചെയ്ത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അച്ഛനെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ കൊറോണയുടെ മുന്നിൽ പേടിക്കാതെ കൊറോണ വന്ന ഭവനങ്ങളിലൊക്കെ അച്ഛൻ സന്ദർശിച്ചു ഓർക്കുന്നു. പക്ഷേ കൊറോണയും അച്ഛനെയും വെറുതെ വിട്ടില്ല. അച്ഛൻ്റെ ഭവനത്തിലും കൊറോണ വന്നു,
ശുശ്രൂഷൻ്റെ ഭവനത്തിലും കൊറോണ വന്നു. പക്ഷേ കൊറോണയിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായിട്ടൊക്കെ അച്ഛൻ വിഷമിച്ചു. എങ്കിലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട്, അച്ഛൻ്റെ പ്രാർത്ഥനാ ശക്തി കൊണ്ട് അച്ഛനെ ഈ ഇടവകയുടെ ഒരു കാര്യവും മുടക്കാതെ ആ സമയങ്ങളിലൊക്കെ ഇടവകയെ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാം നടത്തിയ അച്ഛൻ്റെ ആ അനുഗ്രഹീതമായ ആ വേലയ്ക്ക് നമ്മളെല്ലാവരും നന്ദിയുള്ളവരായിരിക്കണം. അച്ഛനെല്ലാം നന്ദി ഞങ്ങൾ കൊടുക്കുകയാണ്. യോശുവയോട് യഹോവയായ ദൈവം പറയും, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നതൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. തീർച്ചയായിട്ടും അച്ഛൻ വളരെ ചെറുപ്പമാണ്. ഇനി അധികം ഒത്തിരി ഇടവകളെ ശുശ്രൂഷിക്കേണ്ടതായിട്ടുണ്ട്. അച്ഛന് നമ്മുടെ സഭയ്ക്കും ഇടവയ്ക്കും ഒക്കെ അച്ഛൻ്റെ സേവനങ്ങളെല്ലാം ഒരു മുതൽക്കൂട്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ യഹോവ അച്ഛൻ പോകുന്നിടത്തൊക്കെ അച്ഛൻ്റെ കൂടെ ഉണ്ട്, അച്ഛനെ ധൈര്യപ്പെടുത്തുകയൊക്കെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങളുടെ സ്നേഹനിധിയായ അച്ഛൻ ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹവാത്സല്യങ്ങളും ബദൽ മർത്തമറിയ സമാജത്തിൻ്റെ ഈ ഇടവകയുടെ പേരിൽ 1000 നന്ദി അറിയിക്കുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം നന്നവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആശംസാ പ്രസംഗത്തിനായി ശുശ്രൂഷ സംഘം പ്രതിനിധി ശ്രീ CP ഷാജി ചെറുതു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ പാപ്പച്ചാൻ ഇന്ന് നമ്മുടെ 3 വർഷത്തെ സേവനം പൂർത്തിയാക്കി മക്കളുടെ പള്ളിയിലേക്ക് യോഗ്യനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജാസ്മച്ചൻ, യോഗ്യയിരിക്കുന്ന ഏവരുമേ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ സ്നേഹമാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ ഞാൻ ഉൾപ്പെടുന്ന ശുശ്രൂഷ സംഘത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. അതൊരു ദൈവനിശ്ചയമായിട്ട് ഞാൻ കരുതുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ എനിക്കൊരു സഹോദരനെ തുല്യം. അതിലുപരി വിശുദ്ധ മധുവായിലെ ഞാൻ ഉൾപ്പെടുന്ന മാർ ഫീലിക്സിനോസ് സ്ഥാപനത്തിൽ ഏത് ആവശ്യങ്ങൾ വന്നാലും, പ്രത്യേകിച്ച് ആരെങ്കിലും രോഗികളായവർക്ക് വിശുദ്ധ കുർബാനയിൽ തൈലാഭിഷേകമോ വേണ്ടി വന്നാൽ എന്നെ അറിയിക്കുകയും ഉടൻ തന്നെ അതിന് വേണ്ട ക്രമീകരണങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു. വിശുദ്ധ മധുവായി മുതിർന്നവർ മുതൽ ചെറിയവർ വരെയുള്ള എല്ലാവർക്കും ഒരു വലിയ നേതൃത്വം തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ. അച്ഛനും ഞാനുമായുള്ള അടുപ്പം അച്ഛൻ്റെ സെമിനാരി കാലഘട്ടം മുതലുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാന ശുശ്രൂഷകൻ തോമാച്ചൻ്റെ യാത്രയ്ക്കും അച്ഛൻ ഈ വിവരം സൂചിപ്പിച്ചതാണ്. സമയക്കുറവ് കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ വിശുദ്ധ മതമായി ശുശ്രൂഷിക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ പേരിലും ഞാൻ പ്രാർത്ഥനാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന മാർ ഫീലിക്സിനോസ് സ്ഥാപനത്തിലെ എല്ലാ കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള ആശംസകൾ അറിയിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ അച്ഛനെയും കുടുംബത്തെയും ഓർക്കുകയും അച്ഛനെ എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആശംസകൾ അർപ്പിക്കാനായി ഭദ്രാസന കൗൺസിൽ അംഗം അതുപോലെ അഡ്വൈസറി ബോർഡ് അംഗവുമായിരിക്കുന്ന ശ്രീ BJ ചാക്കോ വെള്ളൂരിടത്തിന് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ, സേവയിക്കുന്നവരെ, നമ്മുടെ ഇടവക ജനങ്ങളെ എല്ലാവരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്കൊന്നും പറയാനില്ല. എന്നാൽ തന്നെ നമ്മുടെ അച്ഛൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള വികസനത്തെപ്പറ്റി ഒരു കൊല്ലമേ ഇവിടെ നടന്നിട്ടുണ്ട്. അതൊന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അച്ഛൻ വന്ന സമയത്താണ് ഇലക്ട്രോണിക് സ്മാരകത്തിൻ്റെ പേര് പൂപ്പിട്ടു. അത് കഴിഞ്ഞ് ഓടപ്പണം, അത് കഴിഞ്ഞപ്പോൾ കോണയായി, അത് കഴിഞ്ഞ് നമ്മുടെ പീലസ്നോസ് സ്മാരകത്തിൻ്റെ അകം ബിഷോപ്പ് മുറി ശരിയാക്കി. ഡൈനിങ് ടേബിളിൽ അവർ ആഹാരം അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേഹത്ത് വെള്ളം വരുവാൻ അവിടെ ഇടിച്ച് ശരിയാക്കി. നിങ്ങൾ പോകുമ്പോൾ അച്ഛൻ ചെയ്ത വികസനം എന്താണെന്ന് കയറി കണ്ടിട്ട് പോകുക. നമ്മുടെ ഇടവകകളെ ജനങ്ങൾ ഓരോ കുടുംബത്തിൽ നിന്നും ചെറുതും വലുതുമായിട്ട് തന്ന തുകകളാണ് ഇതെല്ലാം. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഇത് പ്രവർത്തിച്ചത്.
ഇതെല്ലാം കഴിഞ്ഞ അച്ഛൻ ലാസ്റ്റിൽ ചെയ്തത് നമ്മുടെ താൽപ്പര്യം. അതൊന്നും നടക്കത്തില്ല. 1,00,000 രൂപ ഡൊണേഷൻ. തമ്പിച്ചായ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ നടക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ധൈര്യം തന്ന ഒരാളാണ് അച്ഛൻ. തമ്പിച്ചാനും ഞാനും കൂടെ നോക്കിയ, ബാക്കിയുള്ളവരോടും കൂടി നോക്കിയാൽ നടക്കത്തില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പോവല്ലേ എന്ന് ചോദിച്ചു. അച്ഛൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് തുടങ്ങാവുന്നു. പക്ഷെ ദൈവം സഹായിച്ച് നമുക്ക് 7,00,000 ചില്ലുവാൻ രൂപ കിട്ടി. നമ്മുടെ ഇടവുകളിൽ ഓരോ വ്യക്തികളും ചെറുതും വലിയതുമായിട്ട് തന്ന തുകകൾ അച്ഛൻ സന്തോഷമായി. ഇതിന് ഏതാണ്ട് 4,00,000 രൂപയാണ്. ബാക്കിയുള്ള കാശെടുത്താണ് ബാക്കിയുള്ള ശമ്പളക്കോട്ട, ഇങ്ങനെയുള്ള ശമ്പളം ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കും. അച്ഛനെ പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. പിന്നെ നമ്മുടെ വീരസ്മോസ് സ്മാരകത്തിൻ്റെ പോകത്ത് വെള്ളം കെട്ടിക്കിടന്ന് വീരസ്മോസ് സ്മാരകത്തിൻ്റെ അടിയിൽ കൂടെ വെള്ളമൂറ്റ് വന്നു. നിങ്ങളൊന്നും അത് കണ്ടിട്ടില്ല. എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ മാത്രമേ അത് അറിയത്തുള്ളൂ. തമ്പിച്ചായ ഇത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അച്ഛനെ കൊണ്ട് കാണിച്ചു. അഡ്വൈസറി ബോർഡിൽ കൊണ്ടുവച്ചു. ചെയ്യാൻ പറഞ്ഞു, ചെയ്തു. ഒരു പയ്യൻ ഇവിടെ പണി ചെയ്യുന്നുണ്ട്, അവനെ വിളിച്ചു. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. തമ്പിച്ചായ ഞാൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെയാണ് അവൻ പണി ചെയ്യുന്നത്. അവിടെ കോൺക്രീറ്റ് ചെയ്തു. ആ വെള്ളവും നമ്മൾ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ കൈ കഴിയുന്ന വെള്ളം കൂടി ഇപ്പം ഈ ഓടയാണ് വരുന്നത്. ഇവിടെ അവിടെ ഇപ്പം യാതൊരു ഊറ്റലുമില്ല. ഇതെല്ലാം അച്ഛൻ്റെ മിടുക്കാണ്. നമ്മുടെ ജനങ്ങൾ ഓരോ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പൈസ സാധു കൂട്ടി വെച്ച് നമ്മളെ ചെറുതും വലുതുമായിട്ട് കിട്ടുന്ന പൈസ നിങ്ങളെ എല്ലാവരോടും എനിക്ക് നന്ദി പറയാറുണ്ട്. നിങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെ പല വ്യക്തികളുണ്ട്. ഞാൻ പറയും ശമ്പളം കൊടുക്കാൻ കാശില്ലെന്ന് പറയുമ്പോൾ ചില ആൾക്കാരോട് ഒന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ കാശ് തരാമല്ലോ എന്ന് പറയുമ്പോൾ കാശ് 2 കൊല്ലം ഒരു ശുശ്രൂഷക്കാരനോ ഇവിടെ ഉള്ള പണിക്കാർക്കോ ശമ്പളം കൊടുക്കാതിരുന്നിട്ടില്ല. സെക്യൂട്ടറിക്കായാലും സീപ്പറക്കായാലും എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നേരം വെളുത്ത് 7:30 ആകുമ്പോൾ ഞാൻ ഈ പള്ളി വരും. എൻ്റെ കാര്യം പറയാനില്ല. ഈ വിളക്ക് കെട്ടുകിടക്കുമായിരിക്കും. നമ്മുടെ പരിമലത്തിൻ്റെ വിളക്ക് കെട്ടുകിടക്കുക. നിങ്ങൾ വരുന്ന സമയത്ത് ഈ വിളക്ക് കെട്ടുകിടക്കുവാണെങ്കിൽ ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറി ഒന്ന് പ്രാർത്ഥിച്ചേ, നമുക്കതിൻ്റെ ഐശ്വര്യം കിട്ടും. എനിക്കിപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. 74 വയസ്സ് ഇന്നലെ കഴിഞ്ഞു. ഇന്നലെ എല്ലാം ഇരിക്കണം. എനിക്ക് പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ. ഈ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഈ അച്ഛൻ ചെയ്തിട്ടുള്ള ലാസ്റ്റിൽ ഒരു കാര്യം കൂടെ കാപ്പ്, ഈ കൊച്ചുതിരുമയുടെ കാപ്പിൻ്റെ അപ്പുറത്ത് വെക്കണമെന്ന് കണ്ടപ്പോൾ അത് പൊളിച്ചപ്പോൾ അവിടെ പില്ല കാണും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുക. അന്നേരമാണ് തിരുമേനിയെ കണ്ട് പറഞ്ഞപ്പോൾ ഈ ജനലിൻ്റെ അവിടെ നമ്മൾ പണി പൂർത്തി കഴിച്ചു. ഇന്നലെ രാത്രി വരെയായിരുന്നു പണി. ഇതെല്ലാം പറയുന്നത് നമ്മുടെ വികാരിയുടെ ഒറ്റ കഴിവാണ്, നമ്മുടെ ആരുടെയും കഴിവല്ല. ഇത് പറയേണ്ട ഒരു ആവശ്യം വന്നുകൊണ്ട് പറഞ്ഞതാണ്. കാരണം ഈ ദേവാലയം അനുഗ്രഹം പിടിച്ച ഒരു ദേവാലയമാണ്. രാവിലെ എനിക്ക് ഇവിടെ വന്ന് കുളിയും കഴിഞ്ഞ് പ്രാർത്ഥിച്ച് സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്തുവാണ്. പുതിയ അച്ഛൻ വരുന്നു, പുതിയ ശുശ്രൂഷക്കാരൻ വരുന്നു, പുതിയ കമ്മിറ്റി വരട്ടെ, പുതിയ അഡ്വൈസറി ബോർഡ് വരട്ടെ. ഞാൻ 10 കൊല്ലമായി. എന്നെ പിടിച്ച അമേലച്ഛനാണ് അത്താനോസ്മത്തപ്പോലത്തെ ഏൽപ്പിച്ചത്. അന്നു മുതൽ ഇന്നു വരെ സത്യസന്ധമായിട്ട് ചെയ്ത ജോലികളെല്ലാം നിങ്ങൾ ഈ കോമ്പൗണ്ട് ഉൾപ്പെടെ നോക്കിയാൽ അറിയാം. ഇനി പുതിയ ഭരണം വരട്ടെ. ഞാൻ ഈ പള്ളിയിൽ കാണും, വരും, പോകും. ഭരണകൂട്ടത്തിൽ ഞാൻ ഇല്ല. നിങ്ങളോട് ആരോടെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ക്ഷമിക്കണം. ഞാൻ വാക്കുകളൊന്നും. ശ്രീ ഉമ്മൻ സാറിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ ആരാധന ചെയ്ത് ആദരിക്കാനായി ശ്രീ
ചാക്കോ വെള്ളൂരിനത്തിൽ. ശ്രീ ഓമൻ സർ ആശംസകൾ അർപ്പിക്കുന്നു. വന്യ വൈദ്യ ശേഷൻ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഏവരുമേ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഏവർക്കും കർത്തൃനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഞാൻ ഒരു വാക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട അച്ഛന് യാത്രയയപ്പ് കൊടുക്കുമ്പോൾ ഏതാണ്ട് 19 വർഷക്കാലത്തോളം ഈ പ്രാർത്ഥനായോഗങ്ങളുടെ ജനറൽ സെക്രട്ടറിയായിട്ട് ഞാൻ സേവനമനുഷ്ഠിച്ചു. എല്ലാ ബഹുമാനപ്പെട്ട വികാരിമാരും വേണ്ടത്ര അനുമോദനങ്ങൾ തന്നു, സഹായ സഹകരണങ്ങൾ തന്നു. അതൊക്കെയും ഞാൻ ഓർക്കുന്നു. അവരെയൊക്കെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞ ഒരു വലിയ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, നന്മ എവിടെ കണ്ടാലും അതിനെ ശാന്തീകരിക്കുവാനും അതാരിൽ നിന്ന് വന്നോ അവരെ പ്രത്യേകമായി ആശംസിക്കുവാനും അച്ഛനൊരിക്കലും ഉപേക്ഷ വിചാരിച്ചിട്ടില്ല. അവരെ പ്രത്യേകമായി വിളിച്ച് ആശംസിക്കുകയും അവരുടെ വേണ്ട അനുഗ്രഹങ്ങൾ ചൊരിയുന്ന സർവശക്തനായ ദൈവം ഉയരത്തിൽ നിന്ന് കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അച്ഛനാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ ചാർജ് എടുക്കാൻ പോകുന്ന ഇടവകയും ബദേൽ ഇടവക തന്നെ ഒരു വലിയ ഇടവകയാണ്. ആ ഇടവകയിൽ അച്ഛന് സ്തുത്യർഹമായ സേവനം ചെയ്യുന്നതിന് സർവശക്തനായ ദൈവം ഉയരങ്ങളിൽ നിന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളും അച്ഛന് അവിടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവകയിൽ നിന്ന് ചാർജ് വിട്ടു പോവുകയാണെങ്കിലും അച്ഛന് എപ്പോഴും ഞങ്ങളുടെ സ്മരണയിൽ ഉണ്ടായിരിക്കുമെന്നും ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നും പ്രത്യേകമായി ദൈവനാമത്തിൽ ഞാൻ അച്ഛനെ അറിയിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി. അച്ഛനെ ആരാധന ചെയ്ത് ആദരിക്കുന്നു. ശ്രീ ചാക്കോ വെള്ളൂരിനത്തിൽ. ശ്രീ ചെറിയാൻ വർഗീസ് ബൊക്കെ നൽകിയ ബൊക്കെ നൽകി ആദരിക്കുന്നു. സൺഡേ സ്കൂളിന് വേണ്ടി ശ്രീമതി റെനി ജോർജ്. ശുശ്രൂഷ സംഘത്തിന് വേണ്ടി CP ഷാജി. യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി സണ്ണി മണലേ. യുവജന മർത്തമറിയ സമാജത്തിന് വേണ്ടി ശ്രീമതി ആനി ജോർജ്. പ്രാർത്ഥനാ യോഗങ്ങൾക്ക് വേണ്ടി ജനറൽ സെക്രട്ടറി ശ്രീ PV അപ്പാപ്പു ബൊക്കെ നൽകുന്നു. പ്രാർത്ഥനായോഗം സെക്രട്ടറിമാർ സെയിന്റ് ജോർജ് പ്രാർത്ഥനായോഗം മിസ്റ്റർ KJ യോഹന്നാൻ,
ബൊക്കെ നൽകി ആദരിക്കുന്നു. സെന്റ് തോമസ് പ്രാർത്ഥനായോഗം ശ്രീ PS വർഗീസ് ബൊക്കെ നൽകുന്നു. മാർ പീലക്സിനോസ് ബേബി ജൈൻ ബൊക്കെ നൽകുന്നു. ശ്രീ ജോസഫ് പടിപ്പുര കാണാൻ പഠിക്കുന്നു. മാർ പീലക്സിനോസ് സെയിന്റ് ഗ്രെഗോറിയോസ് ശ്രീ ടിജു CJ. ഇപ്പോൾ ബൊക്കെ വിടുന്നത് ബസലിയോസ് പ്രാർത്ഥനായോഗത്തിന് വേണ്ടി ജെയിംസ് പഠിപ്പിക്കുന്നതാണ്. മൊമെന്റ് നൽകുന്നു ജോഹാൻ ജോസഫ്. ശുശ്രൂഷ സംഘത്തിന് വേണ്ടി ശ്രീ ആമോസിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സ്വാമി ചെറുവത്തൂർ സ്നേഹോപകാരം നൽകുന്നു. സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങൾ അവരുടെ സന്തോഷ സൂചകമായി പുഷ്പങ്ങൾ നൽകി ആദരിക്കുന്നു. പാരിതോഷികം നൽകുന്നു. പ്രാർത്ഥനാ യോഗങ്ങളിൽ സമാഹരിച്ച തുക ട്രസ്റ്റി ശ്രീചരൻ വർഗീസും അഡ്വൈസറി ബോർഡംഗം ശ്രീ PJ ചാക്കോയും ചേർന്ന് വികാരിയച്ഛന് കൈമാറി.
വലിയ തിന്മയിൽ പറയാം, അച്ഛൻ പോകുമ്പോൾ കൊടുക്കുന്ന തുക പറയണം. പക്ഷെ ഇത് എല്ലാവരും അറിയണമല്ലോ, നമ്മൾ ഗവർക്കാരെല്ലാം കൂടെ അച്ഛൻ എന്താ കൊടുക്കുന്നത്? 2,37,500 രൂപയാണ് ഇതുപോലെ അച്ഛന്മാർക്ക് കിട്ടാവുന്ന വളരെ ഒരു എന്താ പറയാ നല്ല മറുപടി പ്രസംഗത്തിനായി ആദരപൂർവ്വം ബഹുമാനപ്പെട്ട ജോൺസൺ പി. ജോർജ് അച്ഛനെ ക്ഷണിക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാ 3 വർഷവും കൂടിയിരിക്കുമ്പോൾ വൈദിക ശ്രേഷ്ഠർ തങ്ങളുടെ ഔദ്യോഗിക കർത്തവ്യ നിർവഹണം പൂർത്തീകരിച്ചു പോകുമ്പോൾ ഒരു മറുപടി പ്രസംഗം ജനപക സമൂഹം ഏറെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരു സംഗതിയാണ്. ഈ ദേവാലയത്തിൻ്റെ ശുശ്രൂഷ അനുഗ്രഹമായി പൂർത്തീകരിക്കപ്പെട്ട എനിക്ക് ലഭിച്ച കൽപ്പനയിൽ ഇനി 2 ദിവസം കൂടെ ഈ ദേവാലയത്തിൻ്റെ ശുശ്രൂഷകനായിരിക്കുകയും ജൂൺ മാസം 1-ാം തീയതി അടുത്ത ദേവാലയത്തിൻ്റെ ചുമതലയിലേക്ക് പോവുകയും ചെയ്യുകയാണ്. അതിനു മുമ്പ് ഈ ദേവാലയത്തിൻ്റെ മക്കൾ എനിക്ക് ചൊല്ലി തന്നിട്ടുള്ള യാത്രയപ്പിന് ആദ്യമേ നിങ്ങൾ നൽകിയ സ്നേഹത്തിന് ആദ്യമേ ഞാൻ നന്ദി പറയട്ടെ. വേദിയിലിരിക്കുന്ന ക്രിസ്റ്റി ഉൾപ്പെടെയുള്ള മഹത് വ്യക്തികളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും സ്നേഹമാണ്. 1117 പുത്തങ്കാവിൽ കൊച്ചു തിരുമേനി ദൈവത്തിൻ്റെ ആലയം എന്നർത്ഥമുള്ള ബഥേൽ എന്ന സ്ഥലത്തിന് പേരിട്ടു. ബഥേലിൽ നിന്ന് ബഥേലിലേക്കുള്ള വളർച്ച നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടുള്ളവരാണ്. ബഥേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഭവനം എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ ഗോത്രപിതാവായ യാക്കോബ് ബെർശേബയിൽ നിന്ന് ഹാരാനിലേക്ക് ഒരു യാത്ര നടത്തുന്നു. ആ യാത്രയ്ക്കിടയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ സന്ധ്യയായി എന്ന് വേദപുസ്തകം പഠിപ്പിക്കും. സന്ധ്യയായ സമയത്ത് ക്ഷീണിതനായി യാക്കോബ് അവിടെ ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഒരു ദർശനം കണ്ടു. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒരു ഗോവയം വെച്ചിരിക്കുന്നതും ദൈവത്തിൻ്റെ ദൂതന്മാർ അതിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ടു. ഉടനെ യാക്കോബിന് മനസ്സിലായി ഇത് ദൈവം വസിക്കുന്ന ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ് എന്നുള്ളത്. അതിനെ തിരിച്ചറിഞ്ഞ യാക്കോബ് അവിടെ എഴുന്നേറ്റ് തലേണയായി വെച്ചിരുന്ന കല്ല് എടുത്ത് നാട്ടി അതിനെ തൈലം ഒഴിച്ചു. ഇവിടെ ദൈവത്തിൻ്റെ ആലയം ഉണ്ടാകണം എന്ന് കൽപ്പിച്ചു. അതിന് ബഥേൽ എന്ന് പേരിട്ടു. അതിനു മുമ്പ് അത് ലൂസ് എന്നായിരുന്നു. ദൈവമുള്ളവരെ, അതാണ് ഞാൻ പറഞ്ഞത്. ബഥേലിൽ നിന്ന് ദൈവത്തിൻ്റെ ഭവനമാക്കി ഇതിനെ മാറ്റിയ പുത്തങ്കാവിൽ കൊച്ചു തിരുമേനിയുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായി ഇന്ന് ഈ അനുഗ്രഹീതമായ മണ്ണിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തോട് ഔദ്യോഗിക കൃത്യ നിർവഹണത്തിൽ നിന്ന് യാത്ര പറയുവാൻ എനിക്ക് ലഭിച്ച ഈ നിമിഷത്തെ ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഇതൊരു ബഥേൽ തന്നെയാണ്. കാരണം ഇതൊരു ദൈവത്തിൻ്റെ ആലയവും ദൈവത്തിൻ്റെ ഭവനവുമാണ്. എനിക്ക് ആശംസ വാക്കുകൾ അറിയിച്ച ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങൾ പറഞ്ഞു, ഇതൊരു അനുഗ്രഹം നിറഞ്ഞ ദേവാലയമാണ്. എനിക്ക് ബഥേലിനെ പറ്റി ഓർമ്മ വരുമ്പോൾ അല്പസമയം ദീർഘിക്കും, സമയം ശ്രമിക്കുകയും ബഥേലിനെ പറ്റി എനിക്ക് ഓർമ്മ വരുന്നത് 2005 എൻ്റെ ബിരുദാനന്തര ബിരുദം പഠനം പൂർത്തീകരിച്ച് ബറോഡയിൽ നിന്ന് ഞാൻ നാട്ടിൽ വരുന്ന കാലഘട്ടമാണ്. അതിനുശേഷം ഞാൻ ബഥേലിൽ ഇവിടെ തുടർന്ന് 2 വർഷക്കാലവും മോദറയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം ഞാൻ ബഥേലിലാണ് നിന്നത്. ബഥേലിൻ്റെ ചുമതലക്കാരനായിട്ട് വരുമ്പോൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു സ്ഥലമാണ് ആ സ്ത്രീകളിരിക്കുന്ന ആ വരാന്തയുടെ ഭാഗം. എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് വിശ്രമം ഒരുക്കിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. നിങ്ങൾക്കറിയാം, പാകിസ്ഥാനാണ് അത്താനാസ് സിനിമയിലും കൂടെ ഒരു പ്രീ സെമിനാരി വിദ്യാർത്ഥി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അധ്വാനങ്ങളുടെ ആഴം എത്രമാത്രമാണ് എന്നുള്ളത്. പശിയും അങ്ങനെയുള്ള മൃഗജാലങ്ങളുടെയൊക്കെ സംരക്ഷണവും ഈ കാറുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് അവിടെ വാഴയും ചേനയും ഒക്കെ നട്ടിട്ടുള്ള നിമിഷങ്ങൾ ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷം ഉച്ചഭക്ഷണം കഴിഞ്ഞ് ക്ഷീണിതനായി നമ്മുടെ സാന്നിധ്യം അറിയിക്കുവാൻ വേണ്ടി ബാത്റൂം മുമ്പിൽ മമ്മട്ടി വെച്ചിട്ട് സ്ത്രീകളിരിക്കുന്ന ഭാഗത്ത് പല ദിവസങ്ങളിലും ഞാനും എൻ്റെ
കൂട്ടുകാരും കിടന്നുറങ്ങിയ ഒരു സ്ഥലമാണ് സ്ത്രീകളിരിക്കുന്ന വരാന്തയുടെ ഭാഗം. അത് ഒരു ദിവസമല്ല, 2 വർഷത്തെ ദീർഘമായ ഈ ബഥേലിന്റെ വാസം. അത് ഞാനിപ്പോൾ ഓർക്കാറുണ്ട്. അത് യാക്കോബ് കിടന്നുറങ്ങിയ പോലെ ഞാനും കിടന്നുറങ്ങിയതാണോ എന്നുള്ളത്. അങ്ങനെ ഒരു ബന്ധം എനിക്ക് ബഥേലുമായിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഏറെ വേർപെട്ടുള്ളികൾ ഒഴുകിയ ഒരു സ്ഥലം കൂടിയാണ് ബഥേൽ. വീട്ടിൽ യാതൊരു പണിയും ചെയ്യാതെ നടന്നിരുന്ന എനിക്ക് ശിക്ഷണ നടപടികൾ ലഭിച്ച ഒരു സ്ഥലമാണ് ബഥേൽ. എൻ്റെ ജീവിതത്തിൻ്റെ രൂപവും ഭാവവും മാറിയ സ്ഥലം കൂടിയാണ് ബഥേൽ. അവിടെയാണ് ദൈവത്തിൻ്റെ നിയോഗപ്രകാരം എൻ്റെ 3ാമത്തെ ദേവാലയ ശുശ്രൂഷയാണ് ബഥേൽ മാർ ഗ്രിഗോറിയോസ് ദേവാലയം. ആദ്യം ഞാൻ പുത്തൻകാവ് സെന്റ് മേരീസ് കത്തീഡ്രലിലെ സഹവികാരിയായി എനിക്ക് ചുമതല നൽകി. അതിനുശേഷം തിരുവമ്പണ്ടൂർ സെന്റ് ജോർജ് ദേവാലയത്തിൻ്റെ ചുമതല നൽകി. അപ്രത്യക്ഷമായി ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു നിയോഗവും നിയമനവുമാണ് ബഥേലിന്റെ ചുമതല വഹിക്കുക എന്നുള്ളത്. കാരണം ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ യുവ വൈദികരിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരാളായിരുന്നു ഞാൻ. എൻ്റെ പേര് പറഞ്ഞാൽ പോലും ഇത് പറയാൻ പാടായതുകൊണ്ട്, അങ്ങനെ മറ്റുള്ളവരെ പോലെ കഴിവുകളില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഇവിടെ വരികയില്ല, വരാൻ സാധ്യതയില്ല. ഒരിക്കലും നമ്മളതിനെ ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്യേണ്ടാത്ത ഒരു സ്ഥലത്താണ് ഞാൻ ഇന്ന് ഈ 3 വർഷം ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെട്ട് നന്ദി പറയുവാനായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, പ്രിയമുള്ളവരെ, എനിക്ക് ലഭിച്ച ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ ബഥേൽ ഇടവകയുടെ ചുമതലക്കാരനായി ബഥേൽ ദേവാലയത്തിൻ്റെ ഭാഗമായി നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്ക് നൽകിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. 2019 മെയ് മാസം ജൂൺ മാസം 1-ാം തീയതി മുതൽ 2022 മെയ് 31-ാം തീയതി വരെയാണ് എനിക്കിവിടെ ഈ ദേവാലയത്തിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാനായിട്ട് ഇടയായി. പൂർവ്വപിതാക്കന്മാരായ എല്ലാവരുടെയും പ്രാർത്ഥനകളാൽ അനുഗ്രഹീതമായ ഒരു ബലിപീഠമാണ് ഇത്. ഈ സ്തുതിയൻ ബാബായുടെ കരങ്ങളാൽ പരിശുദ്ധനായ പരിമലത്തിന്മേൽ പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ദേവാലയത്തിലെ ക്രോണോസ് ആ പരിശുദ്ധന്റെ നാമത്തിൽ ഉദാശ ചെയ്തതാണ്. ഈ സ്തുതിയൻ ബാബ ചൊല്ലിയ ബലിപീഠത്തിൽ ഈ നിസ്സാരനായ എനിക്ക് ഒരു ബലി അർപ്പിക്കുവാനായിട്ട് ലഭിച്ച ഒരു ഭാഗ്യവും, അത് പ്രിയമുള്ളവരെ, ഞാൻ വലിയൊരു ഭാഗ്യമായിട്ടാണ് അതിനെ കാണുന്നത്. പുത്തൻകാവിൽ കൊച്ചു തിരുമേനി ദീർഘവീക്ഷണത്തോടെ കണ്ട ഈ മണ്ണ്, അതിനുശേഷം തന്റെ പിൻഗാമിയായി രാജസ്മരണാരകൻ അത്താണസ് തിരുമേനി ഭദ്രാസനത്തെ ദേവാലയത്തെ നയിച്ചു. എനിക്ക് പട്ടം തന്ന് എന്നെ ഈ സ്ഥാനത്തേക്ക് ഉയർത്തി. അതുപോലെ തന്നെ ഈ ബഥേലിലാക്കി രാജസ്മരണാരകനായ PG ജോർജ് ഈ പിതാക്കന്മാരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് അവരെ സ്മരിക്കാതെ ഒരു വാക്ക് നന്ദി പറയുവാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല. പരിശുദ്ധനായ കരിമല തിരുമേനിയുടെ അനുഗ്രഹങ്ങൾ ആവോളം അനുഭവിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ബഥേലിന്റെ ഒരു കൽപ്പന കിട്ടിയതിനു ശേഷം നിങ്ങളോട് പറയട്ടെ, അതിൻ്റെ പുറകിൽ 4 കൽപ്പനകൾ എനിക്ക് ഉത്തരവാദിത്വമായി ലഭിച്ചു എന്നുള്ളതാണ്. ബഥേൽ അമ്പലപ്പള്ളിയുടെ വികാരിയായി ഞാൻ ഇവിടെ ചുമതല ഏൽക്കുമ്പോൾ അതിനുശേഷം 1 മാസം കഴിഞ്ഞാണ് ചെങ്ങന്നൂർ ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ ചുമതലക്കാരനായി എനിക്കൊരു കൽപ്പന ലഭിക്കുന്നു. അതിനുശേഷമാണ് ഭദ്രാസനം ആരംഭിച്ച മാർ ബസേലിയോസ് ബുക്ക് ഹൗസ് എന്ന ബുക്ക് ഹൗസിന്റെ കൽപ്പന എനിക്ക് ലഭിക്കുന്നു. ഇന്ന് ആ പ്രസ്ഥാനം 50 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരു പ്രസ്ഥാനമായി നമ്മുടെ മുമ്പിൽ കാണുന്ന ചെറിയ ബുക്ക് ഷോപ്പിന്റെ കാര്യമാണ് അച്ഛന് പറയുന്നത്. 50 ലക്ഷം രൂപ വരുമാനത്തിലേക്ക് അത് അടുത്ത് വരികയാണ്, വാർഷിക വരുമാനത്തിലേക്ക്. അതിൻ്റെ ഒരു തുടക്കക്കാരനായി എൻ്റെ മുഴുവൻ സമയവും ഞാൻ അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിനുശേഷമാണ് 6 മാസം മുമ്പ് രാജസ്മരണാരകൻ അത്താണസ് തിരുമേനിയുടെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു പള്ളി വസ്ത്രങ്ങൾ തുന്നിക്കൊടുക്കുന്ന ഒരു സ്റ്റിച്ചിങ് യൂണിറ്റും അതിൻ്റെ മുകളിലായി ആരംഭിച്ചു. ബഥേൽ ഉൾപ്പെടെ 4 കൽപ്പനകളാണ് അഭിനന്ദ തിരുമനസ്സുകൊണ്ട് എന്നെ ഏൽപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഈ 3 വർഷക്കാലം ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ ഒരു ശുശ്രൂഷകനായി എനിക്ക് ലഭിച്ച ഒരു സുവർണ കാലഘട്ടമായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. കാരണം കോവിഡ് എന്ന പ്രതിസന്ധി നമുക്ക് വല്ലാതെ ഉണ്ടായിരുന്നെങ്കിലും ഒരു ദിവസം പോലും ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിട്ടില്ല എന്നുള്ളതാണ് സാരം. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. പുതിയ ദേവാലയത്തിൻ്റെ കൽപ്പന കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, അപ്പായ്ക്ക് പുതിയ പള്ളിയിലേക്കുള്ള കൽപ്പന കിട്ടി എന്നുള്ളത്. 7 വയസ്സുള്ള എൻ്റെ മൂത്ത മകൻ പറഞ്ഞൊരു വാക്ക് എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു വാക്ക് കൂടിയാണ്. അപ്പായ്ക്ക് പള്ളിയും അരമനയും മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ കാര്യം കേൾക്കാൻ അപ്പായ്ക്ക് നേരെയില്ല എന്നുള്ളത്. ഒരിക്കലും അവൻ അങ്ങനെ പറയും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ളത്. അപ്പം ഞാൻ സ്വാഭാവികമായി എൻ്റെ ഭാര്യയോട് ചോദിച്ചു,
ഞാനപ്പം വീട്ടിൽ പറഞ്ഞത് കുറച്ചാണല്ലോ. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മക്കൾ ചിലപ്പോൾ ഞാൻ ചെല്ലുമ്പം ഈ ബുക്ക് ഷോപ്പുമായി ബന്ധപ്പെട്ടോ മറ്റ് കിടക്കുന്നവർ രാത്രിയായിരിക്കും ചെല്ലുന്നത്. ചിലപ്പോൾ അവർ ഉറങ്ങിക്കാണും. രാവിലെ കുർബാനയോ മറ്റു കാര്യങ്ങളുമായോ നേരത്തെ എഴുന്നേറ്റ് പോകുമ്പോൾ രാത്രി അപ്പം വന്ന് ഉറങ്ങിയതും കണ്ടില്ല, രാവിലെ ഞാൻ എഴുന്നേറ്റ് പോയതും കണ്ടില്ല. ചിലപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോള് ചോദിക്കും, അപ്പ ഇന്നലെ ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങിയായിരുന്നു അമ്മേ എന്നുള്ളത് എൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസം കൂട്ടിച്ചേർന്നതും ഞാൻ ഓർത്തു പോവുകയാണ്. ഞാൻ പറയട്ടെ, എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് ദൈവം തന്ന ഒരവസരമാണ്. അത് ഞാൻ പറയട്ടെ, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത, പേര് പറയാൻ ബുദ്ധിമുട്ടുള്ള എന്നെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ പേര് പറഞ്ഞാൽ അറിയുന്ന ഒരു തലത്തിലേക്ക്, അല്ലെങ്കിൽ ഞാനൊരു പ്രഥമനായി എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, ഇന്നയാള് എന്ന് പറഞ്ഞാൽ അറിയുന്ന തലത്തിലേക്ക് കൊണ്ടുപോയത് ഈ ദേവാലയത്തിൻ്റെ ചുമതലയേറ്റ് എനിക്ക് ലഭിച്ച ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞാനതിനെ കാണുകയാണ്. അതെൻ്റെ കഴിവോ വെടുക്കോ ഒന്നുള്ളതല്ല. ഞാനിതിൻ്റെ ശുശ്രൂഷ സംഘത്തിലെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ക്രിസ്മസിന് കരോളുകാർ വീട്ടിൽ വന്നാൽ പുറത്തിറങ്ങാത്ത പിള്ളേരുണ്ടോ? കരോളിൽ ക്രിസ്മസ് ഫാദറിനെ കണ്ട പുറത്തിറങ്ങി സന്തോഷത്തോടെ അവിടെ നിന്നുകൂട്ടി അവരോട് നിൽക്കുന്ന ആളുകളുണ്ടാകും. എന്നാൽ നിങ്ങളുടെ മുമ്പിൽ ഈ പ്രസംഗിക്കുന്ന ഞാൻ ക്രിസ്മസ് കരോളുകാർ വന്നാൽ പുറത്തിറങ്ങി അവരെ അഭിമുഖീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ലായിരുന്നു. അത്രമാത്രം നാണവും മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ടും സാധിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. അതിൽ നിന്നാണ് ദൈവം തമ്പുരാൻ ഈ ദേവാലയത്തിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ, നിങ്ങളോട് സംസാരിക്കാൻ, ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷകനായി തീരുവാനായിട്ട് എന്നെ ഇടയാക്കി എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ബഥേലിൻ്റെ ഒരു കൽപ്പന കൈ കിട്ടിയപ്പോൾ എനിക്ക് കൽപ്പന കൈ കിട്ടി. ഇപ്പോൾ എനിക്കൊരു ഫോൺ കോൾ ബഥേലിൽ നിന്ന് വന്നു. മറ്റാരുമല്ല, ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഈ ദേവാലയത്തിൻ്റെ അഡ്വൈസറി ബോർഡ് അംഗവും ഭദ്രാസന കൗൺസിൽ അംഗവും ബഹുമാനപ്പെട്ട BJ ചാക്കോ അവറുകളാണ്. ഞാൻ ഈ ദേവാലയത്തിൽ വരുവാനായിട്ടുണ്ടായ ഒരു കാരണം അദ്ദേഹം കൂടിയാണ്. അതാദ്യമേ പറയട്ടെ. കാരണം എൻ്റെ പേര് ഭദ്രാസനത്തിൽ ഇങ്ങനെ ഒരു അച്ഛനുണ്ട് എന്ന് ഓർമ്മപ്പെടുന്നത് അദ്ദേഹമാണ്. എന്തുകൊണ്ടോ അദ്ദേഹം തിരുമനസ്സുകൊണ്ട് ആ പേര് ശ്രദ്ധയിൽപ്പെടുത്തി എന്നെ ഈ ദേവാലയത്തിൻ്റെ നിയോഗവുമായി ഇവിടെ ഏൽപ്പിക്കുക. കൽപ്പന ലഭിച്ചപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് ചോദിച്ചാൽ കൽപ്പന കിട്ടിയോ എന്നുള്ളത്. എനിക്ക് ദൂരം നിന്ന് മാത്രം പരിചയമുള്ള ഒരാളാണ് പ്രിയപ്പെട്ട നമ്പിച്ചായൻ. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല ഈ ദേവാലയത്തിൽ ചുമതല ഏൽക്കുന്ന നിമിഷം വരെ. എന്നാൽ അദ്ദേഹത്തിന് എന്നെ പരിചയം കാണും, ഞാൻ അദ്ദേഹത്തെ ദൂരം നിന്ന് കണ്ടിട്ട് മാത്രമേ. ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ബഥേലിൻ്റെ കൽപ്പന വാങ്ങിച്ചത് പ്രിയമുള്ളവർ വളരെ ആശങ്കയോടെയാണ്. കാരണം ഇത്രയും ശ്രദ്ധാകേന്ദ്രമായ ഒരു ദേവാലയത്തിൻ്റെ ചുമതല വഹിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളത്. കാരണം പുത്തൻകാവിൽ സഹവികാരിയെ ശുശ്രൂഷിച്ചു. തിരുവമ്പട്ടൂരിൽ ഒരു ചെറിയ ദേവാലയം ആണ്. അവിടെ ഒരിക്കലും ട്രാൻസ്ഫർ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം അവിടെ ദേവാലയം പണിയുവാൻ വേണ്ടിയുള്ള സാമ്പത്തികമൊക്കെ സ്വരുക്കൂട്ടി ദേവാലയം പണിയാനുള്ള മാനസിക ഒരുക്കത്തോടെ ഞാൻ ഇരിക്കുകയാണ്. എന്നാൽ ദേവാലയം പണി പൂർത്തീകരിക്കപ്പെടും. അപ്പോൾ ഒരു സ്വപ്നത്തിൽ ഞാൻ വിചാരിക്കുന്നില്ല എനിക്കൊരു ട്രാൻസ്ഫർ കൽപ്പന കിട്ടും എന്നുള്ളത്. അപ്പോഴാണ് അപ്രതീക്ഷമായി ഒരു വലിയ ആഘാതമായിട്ടാണ് ഞാനതിനെ ഒരു വളരെ പേടിയോടെയാണ് ഞാൻ കൽപ്പന വാങ്ങിച്ച് പൊട്ടിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ബഥേലിലാണ് എന്നുള്ളത്. അത്രമാത്രം നിങ്ങൾക്കറിയാം, മറ്റുള്ള ദേവാലയങ്ങൾ പോലെയല്ല. ധാരാളം ആളുകൾ വരികയും എല്ലാവരുടെയും ശ്രദ്ധ വരുന്ന ഒരു ദേവാലയമാണ്. അവിടെ എങ്ങനെ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, എനിക്കൊറ്റ വാക്കേ നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളൂ. ദൈവത്താൽ ഇത് നിവൃത്തിയായി, ദൈവകൃപയാൽ ഇത് പൂർത്തീകരിക്കപ്പെടുവാൻ ഇടയായി എന്നുള്ളതല്ലാതെ എനിക്ക് മറ്റൊരു വാക്ക് നിങ്ങളുടെ മുമ്പിൽ പറയുവാനായിട്ട് ഇല്ല. ഞാൻ ദേവാലയത്തിൻ്റെ ചുമതലയേറ്റ് ഏകദേശം 10 മാസം കോവിഡില്ലാതെ പ്രതിസന്ധിയിൽ കടന്നുപോയി. ആ 10 മാസം എനിക്ക് 3 തവണ ഉള്ള ഭവനങ്ങൾ, എല്ലാ ഭവനങ്ങളും സന്ദർശിക്കാൻ സാധിച്ചു. ഒന്ന്, ഞാനിവിടെ ചുമതലയേറ്റ് വികാരി പരിചയപ്പെടാനായിട്ട് വന്ന ഒരു സമയം. അതിനുശേഷം നവംബറിൽ വഞ്ചിക കളക്ഷനായിട്ട് ഞാൻ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്നു. അതിനുശേഷം അപ്രതീക്ഷമായി എല്ലാ ഭവനങ്ങളിലും കരോളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭവനങ്ങൾ സന്ദർശിക്കാൻ എനിക്കിടയായി. അങ്ങനെ ഒരു വർഷത്തിൽ 3 തവണ നിങ്ങളുടെ ഭവനങ്ങൾ സന്ദർശിക്കാൻ സാധിച്ചെങ്കിൽ അടുത്ത 2 വർഷം പടിവാതിൽ കയറാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കോവിഡ് കൊണ്ട് എന്നെ എത്തിച്ചു എന്നുള്ളതാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എനിക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടതല്ലാതെ ഒരു പൂർണ്ണ തലത്തിൽ ഓടിയെത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. എന്നാൽ രോഗികളായിരിക്കുന്ന ആളുകളൊക്കെ ഞാൻ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം കോവിഡിൻ്റെ പ്രതിസന്ധി മാറി, പ്രാർത്ഥനയോഗങ്ങൾ 4 ആരംഭം കുറിച്ചു, സമാജം ആരംഭം കുറിച്ചു. വീണ്ടും കോവിഡിൻ്റെ പ്രതിസന്ധി നമുക്ക് കടന്നു വന്നു. അവിടെയൊക്കെ ദൈവം തമ്പുരാൻ അദൃശ്യമായി വഴി നടത്തി നിങ്ങളുടെയൊക്കെ ഇതിൻ്റെ ഭാഗമായി തീരുവാനിടയായി എന്നുള്ളതിൽ ദൈവത്തെ നന്ദിയോടെ ഞാൻ സ്തുതിക്കുകയാണ്. എൻ്റെ ബഥേലിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് 3 കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ തരം നിറച്ച ആളുകളാണ്. അവരൊക്കെ ഒരു നല്ല ശതമാനം ആളുകൾ
അടുത്ത വർത്താനം പറയും അച്ഛന് എൻ്റെ മകൻ്റെയോ കൊച്ചുമകൻ്റെയോ പ്രായമേ ഉള്ളൂ എന്നുള്ളത് പലരുടെയും വായിക്കും ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കത് വളരെ സന്തോഷത്തിൽ കേൾക്കാൻ. കാരണം ഈ പ്രായമുള്ളവർക്ക് ഞാനവർക്കൊരു മകനോ കൊച്ചുമകനോ, അതിനേക്കാൾ താഴെ പ്രായമുള്ളവർക്ക് ഞാൻ അവർക്കൊരു സഹോദരനാണ്. എൻ്റെ കുഞ്ഞു പിള്ളേർക്ക് ഞാനൊരു ജ്യേഷ്ഠനാണ്. പലപ്പോഴും ഞാൻ എപ്പോഴാണ് വികാരിയായിട്ടുള്ളത് എന്ന് ചിലപ്പോഴും ഞാൻ ചോദിക്കും, എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ ഭവനത്തിലെ ഒരു കൂടപ്പുറപ്പായിട്ടാണ് ഈ കഴിഞ്ഞ 3 വർഷക്കാലവും നിങ്ങൾ ഓരോരുത്തരും എന്നെ കണ്ടത് എന്നുള്ളതിൽ ഈ സമയത്ത് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രസംഗിച്ച വ്യക്തിത്വങ്ങളൊക്കെ പറഞ്ഞു, ബഥേലിൽ ഈ കോവിഡിന്റെ പ്രതിസന്ധികളിലും നമുക്ക് ആവശ്യമായ സംഗതികൾ കൊണ്ടുവരുവാനുള്ള വികസനത്തിന്റെ ഭാഗമായി തീരുവാൻ എനിക്കിടയായെങ്കിൽ നിങ്ങളുടെ ഒക്കെ കൈത്താങ്ങുകൾ എപ്പോൾ ചോദിച്ചാലും മടി ആരും പറഞ്ഞിട്ടില്ല. പേഴ്സണലി ഫോൺ വിളിച്ച് ചോദിച്ചാൽ അല്ലെങ്കിൽ പള്ളിയിൽ അനൗൺസ് ചെയ്താൽ ഒരു കാര്യത്തിന് പോലും ഈ ബഥേലിലെ അംഗങ്ങൾ ആരും മടി പറഞ്ഞിട്ടില്ല. അതോടൊപ്പം ഞാൻ പറയട്ടെ, പ്രധാന ശുശ്രൂഷയുടെ യാത്രയപ്പ് സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞതാണ്, ശുശ്രൂഷകനെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പുരോഹിതനെയും നിങ്ങൾ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നത് ബഥേലിൽ ഞാൻ കണ്ടത് വലിയൊരു പ്രത്യേകതയാണ്. ആവശ്യങ്ങളെ അറിഞ്ഞ് നിങ്ങൾ ചേർന്ന് നിൽക്കുന്നു, നിങ്ങൾ കരുതുന്നു എന്നുള്ളത് അത് ബഥേലിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അത് നിങ്ങളുടെ വലിയ മനസ്സിന് പോകുമ്പം ഒരു അതിശോക്തി പറഞ്ഞിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യവുമില്ല എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. നിങ്ങൾ ഏത് ആവശ്യവുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കൈ നിറച്ച് ഈ ആലയത്തിന് വേണ്ടി തന്നിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് അനുഗ്രഹിക്കും. ഇത് ബഥേലാണ്, ദൈവത്തിൻ്റെ ഭവനമാണ്. സമൃദ്ധിയായി ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നെ ഇവിടെ നിയോഗിച്ച അഭിയന്റെ തിരുമനസ്സിനോടാണ് എനിക്ക് ആദ്യം നന്ദി പറയാനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞുവല്ലോ, തിരുമനസ്സുകൊണ്ട് എന്തുകൊണ്ട് എനിക്കിവിടെ കൽപ്പന ചെന്നു എന്ന് ചോദിച്ചാൽ പോകുന്നതിനൊക്കെ ചോദിക്കണമെന്നുണ്ട്. എന്ത് വിശ്വസിച്ചാണ് എന്നെ കൽപ്പന തന്നു എന്നുള്ളത്. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ എനിക്ക് ശിക്ഷണത്തിലും ശാസനത്തിലും സ്നേഹത്തിലും എന്നെ കരുതിയ ഈ ദേവാലയത്തിൻ്റെ മാനേജർ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമനസ്സുവിനോടുള്ള ഭക്തി ആദരവുകൾ തൃപ്പാദങ്ങൾ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് ഈ ഭദ്രാസനത്തിന്റെ ആതിഥ്യം വഹിക്കുന്നു. പരിശുദ്ധ പിതാവിന്റെ മുൻപിൽ ഭക്തി ആദരവുകൾ ഞാൻ തൃപ്പാദങ്ങൾ സമർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഭദ്രാസന സെക്രട്ടറി അച്ഛൻ, ബഹുമാനപ്പെട്ട മാത്യു എബ്രഹാം കാരകിലച്ചൻ, എല്ലാ കാര്യങ്ങളിലും അതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കാരകിലച്ചനോടുള്ള നന്ദിയും സ്നേഹവും ഈ തരണത്തിൽ അറിയിക്കാം. ഇനിയും ഈ ദേവാലയത്തിൽ എന്നോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച എല്ലാവരുടെയും പേരുകൾ പറയണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഭരണ സാന്നിധ്യം വഹിച്ച ആളുകളുടെ പേരുകൾ മാത്രമാണ് ഞാൻ ഒരു പറയുവാനായിട്ട് എനിക്ക് സാധിക്കുകയുള്ളൂ. എല്ലാവരെയും ഞാൻ ഈ സമയത്ത് പ്രായഭേദമന്യേ എല്ലാവരെയും ഈ സമയത്ത് ആദ്യമേ നിങ്ങൾക്ക് നന്ദി പറയുക. ഈ ദേവാലയത്തിന്റെ ചുമതല ഏറ്റ് എന്നെ ദേവാലയത്തിലേക്ക് സ്വീകരിക്കുന്ന ബഹുമാനപ്പെട്ട ടിജു എബ്രഹാം അച്ഛന് ശേഷം അച്ഛനോടൊപ്പം ചേർന്ന് അന്ന് പ്രവർത്തിച്ച ദേവാലയത്തിന്റെ ട്രസ്റ്റി പ്രിയപ്പെട്ട റെജി മേലേപ്പാണ്ടി അവറുകൾ, അദ്ദേഹത്തോടൊപ്പം 9 മാസം ഞങ്ങൾക്ക് ഒന്നിച്ച് ശുശ്രൂഷിക്കാനായിട്ട് ഇടയായി. എന്നെ ഒക്കെ നൽകി സ്വീകരിച്ച പ്രിയപ്പെട്ട റീച്ചാനാണ്. പ്രിയപ്പെട്ട റീച്ചാൻ്റെ ജീവിതത്തിൽ സഹധർമ്മിണി നഷ്ടപ്പെട്ട് വേദനകളൊക്കെ കടന്നു പോകുമെങ്കിലും അവസാനം കാർപ്പറ്റിൻ്റെ ആവശ്യം പറയുമ്പോഴും അദ്ദേഹം അതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ കൈത്താങ്ങലുകൾക്ക് ഈ ദേവാലയത്തിന് അദ്ദേഹം 7 വർഷം കൊടുത്ത നേതൃത്വത്തിന് എല്ലാ നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുക. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ പ്രിയപ്പെട്ട DJ ചാക്കോ അവറുകൾ, പ്രിയപ്പെട്ട MJ ജോസഫ് അവറുകൾ, TJ മാത്യു അവറുകൾ, സണ്ണി മണലീൻ അവറുകൾ, എബ്രഹാം വർഗീസ്, KP വർഗീസ്, ഈ പ്രിയപ്പെട്ടവരാണ് ആ കാലഘട്ടത്തിൽ 1 വർഷം അഡ്വൈസറി ബോർഡ് അംഗങ്ങളായി എന്നോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു. അവരോടുള്ള നന്ദിയും സ്നേഹവും ഈ തരണത്തിൽ ഞാൻ അറിയിക്കുക. അതിനുശേഷമാണ് അഡ്വൈസറി ബോർഡ് പുനഃസംഘടന എന്ന തരത്തിലേക്ക് കടന്നു വന്നത്. എങ്ങനെ അഡ്വൈസറി ബോർഡ് പുനഃസംഘടന നടത്തും എന്നുള്ളതും ഒരാശയക്കുഴപ്പമായി എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. കാരണം 7 വർഷമായി അഡ്വൈസറി ബോർഡ് ഇവിടെ പുനഃസംഘടിപ്പിച്ചിട്ട് അത്തരത്തിൽ നിങ്ങളോട് ആവശ്യമായി തിരുമനസ്സിൻ്റെ കൽപ്പന തന്ന് ഇവിടെ എങ്ങനെയായിത്തീരും എന്നുള്ള വലിയ ഒരു സാഹചര്യവും വലിയൊരു ആശയവും ഞാനിവിടെ നിൽക്കുമ്പോൾ ഇവിടുത്തെ നിങ്ങളെല്ലാവരുടെ നിസ്സീമമായ സഹകരണം കൊണ്ടാണ് ഒരു അഡ്വൈസറി ബോർഡ് എനിക്ക് ഉണ്ടാക്കി അതിൻ്റെ ഭരണം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചത്. നിങ്ങളൊക്കെ മുഖം തിരിഞ്ഞു നിന്നിരുന്നെങ്കിൽ അത് നടക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് അതിന് ഭരണ സ്വാതന്ത്ര്യം വഹിച്ച ട്രസ്റ്റിയായി 2 വർഷക്കാലം ഏറെ സ്നേഹത്തോടെ
ചിരിക്കുന്ന മുഖത്തോടെ എൻ്റെ കൂടെ നിന്ന ചെറിയാൻ വർഗീസ് അവർക്ക് കണക്കെഴുതി തോന്നുന്നു അദ്ദേഹം വീട്ടിൽ പോകുന്നതിന് മുമ്പ് കണക്കെഴുതി വെച്ച് പോക്കറ്റിൽ തുറന്നിട്ടേ പോകും. കാരണം അത്രമാത്രം കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. എന്നോട് കാണിച്ച എല്ലാ സഹകരണത്തിനും ഈ തരുണത്തിൽ നന്ദി അറിയിക്കാൻ. അതോടൊപ്പം ഈ ഇപ്പോൾ അഡ്വൈസറി ബോർഡംഗങ്ങളെ ബഹുമാനപ്പെട്ട VJ ചാക്കോ തമ്പിച്ചാനോട് എനിക്ക് നന്ദി പറയാനായിട്ട് സാധിക്കത്തില്ല. ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഉള്ളാലുള്ള ഒരു സ്നേഹബന്ധം വലിയ വലുതാണ്. അദ്ദേഹത്തിൻ്റെ ആയുസ് ആരോഗ്യ ദൈവം കൊടുക്കട്ടെ. എന്നോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും കൈത്താങ്ങലുകളും ഏത് അഭിപ്രായം ചോദിച്ചാലും അതിന് മറുപടിയുണ്ട് എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ചിലപ്പം ചില ആശയങ്ങൾ എന്താണെന്ന് പങ്കിടാൻ വിളിക്കുമ്പോൾ ഇതിന് ഉത്തരം അദ്ദേഹം എനിക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകം നന്ദി അറിയിക്കാൻ. പ്രിയപ്പെട്ട AJ യോഹന്നാൻ അരിപ്പള്ളിൽ അവർ ഇടവക രജിസ്റ്റർ പുതുക്കലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ദിവസങ്ങളോളം മാസങ്ങളോളം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ പോകാതെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ബഹുമാനപ്പെട്ട അച്ഛൻ്റെ അവസാന ഭാഗം കൂടി ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇടവക രജിസ്റ്റർ പുനഃപരിഷ്കരിക്കപ്പെടും. അങ്ങനെ അദ്ദേഹം എന്നോട് ചേർന്ന് നിന്നിട്ടുണ്ട് എന്നുള്ളത് ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട സണ്ണി മണലേ അവർ യുവൻ പ്രസിഡന്റ് സെക്രട്ടറിയായി ഏത് കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് ഉണ്ട് എന്നുള്ളത് കാര്യങ്ങളിലൊക്കെ നേതൃത്വം നൽകി എന്നോട് ചേർന്ന് നിന്ന പ്രിയപ്പെട്ട സന്നിധാനോടുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കാം. അതോടൊപ്പം പ്രിയപ്പെട്ട സറിയ തോമസ് അവർ സൗമ്യനായി എല്ലാ കാര്യത്തിലും അഡ്വൈസറി ബോർഡ് അംഗത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ട സറിയ തോമസ് അവരോടുള്ള നന്ദി അറിയിക്കാം. MK എബ്രഹാം അവർ എല്ലാവർക്കും അവരുടേതായ പ്രത്യേകതകൾ ചിരിക്കുന്ന മുഖത്തോടെ അഡ്വൈസറി ബോർഡിൻ്റെ ഒരു സ്ഥിര സാന്നിധ്യമായിരുന്ന പ്രിയപ്പെട്ട MK എബ്രഹാം അവരോട് ഉള്ള നന്ദി അറിയിക്കാം. വർഗീസ് ജോൺ അവർ അദ്ദേഹത്തിൻ്റെ ഈ സാന്നിധ്യവും പ്രാർത്ഥനകളും നിസ്സീമമായ നേതൃത്വവും ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. ഇതോടെ KJ സാബു കടവിൽ പ്രിയ സാബുചാനും അസാന്നിധ്യം ഇവിടെയുണ്ട്. അദ്ദേഹം ഒരു വിദേശ യാത്രയിലാണ്. ആശംസകൾ നേർന്ന് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട അനൂപ എനിക്ക് സഹോദര തുല്യനാണ്, ഇന്ന് എത്തുകയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏതാവശ്യവുമായി ബന്ധപ്പെട്ടാലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പ്രിയപ്പെട്ട ജിജി ജന്നാട്ട് അവർ പ്രാർത്ഥനയോഗത്തിൻ്റെ സെക്രട്ടറി കൂടിയാണ്. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഏറെ നിസ്സീമമാണ്. പ്രിയപ്പെട്ട റെനി കൊച്ചമ്മ എനിക്ക് തോന്നുന്നു ബഥേലിൻ്റെ ചരിത്രത്തിലെ ആദ്യ അഡ്വൈസറി ബോർഡിൻ്റെ സ്ത്രീ സാന്നിധ്യം കൂടിയാണ് കൊച്ചമ്മ. പ്രത്യേകിച്ച് സൺഡേ സ്കൂളിൻ്റെ അച്ഛൻ എന്ന നിലയിലും ഈ അഡ്വൈസറി ബോർഡംഗങ്ങളായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും തന്നെ ഈ സമയത്ത് അറിയിക്കും. നിങ്ങൾ എനിക്കോട് ചേർന്ന് നിന്ന് തന്നിട്ടുള്ള എല്ലാ സഹകരണത്തിനും നന്ദി അറിയിക്കുന്നു. അടുത്തതായി പ്രാർത്ഥനാ യോഗം. പ്രാർത്ഥനായോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി ഞാൻ ഇവിടെ ചുമതലയെടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട CK ജോസ് സാറിൻ്റെ ഉത്തരവാദിത്തത്തിൽ വിരമിച്ച് ബഹുമാനപ്പെട്ട TJ മാത്യു സാറിനെ ആ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട TJ മാത്യു സാറിൻ്റെ അസാന്നിധ്യവുമുണ്ട്. സാറിൻ്റെ ആ കാലഘട്ടത്തിൽ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു. ഇപ്പോൾ ബഹുമാനപ്പെട്ട PV അപ്പാപ്പ അവറുകൾ ഇന്ന് ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. പ്രിയപ്പെട്ട TJ മാത്യു സാറിനോടും PV അപ്പാപ്പ അവറുകളോടും ഉള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. അതോടെ പ്രാർത്ഥനാ യോഗത്തിൻ്റെ സെക്രട്ടറിമാർ എൻ്റെ യാത്രയെ ഉൾപ്പെടെ അതിന് നേതൃത്വം നൽകി. അതോടൊപ്പം എല്ലാ കാര്യങ്ങളും പ്രാർത്ഥന യോഗക്കാർക്ക് അഡ്വൈസറി ബോർഡ് പുനഃസംഘടന, മറ്റ് 8 തോന്നിൻ്റെ പായസ വിതരണം, ഇതൊക്കെ പ്രാർത്ഥന സെക്രട്ടറിമാരുടെ നിസ്സീമമായ സഹകരണം ആ കാര്യത്തിലുണ്ട്. സെന്റ് ജോർജ് പ്രാർത്ഥനാ യോഗത്തിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട AJ യോഹന്നാൻ ആര്യപ്പള്ളി അവർ, അതുപോലെ ബസീലസ് പ്രാർത്ഥന സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച ഭാര്യയെ ജോയിച്ചായൻ, ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട ജെയിംസ് സടിപ്പരിക്കൽ അവർ, സെന്റ് ഗ്രിഗോറിയസ് പ്രാർത്ഥന സെക്രട്ടറി പ്രിയപ്പെട്ട ജിജിയും സഹധർമ്മിണി ബീനായും അവർ ഒന്നിച്ചാണ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത്. ഫീലിക്സിനോസ് പ്രാർത്ഥന യോഗത്തിൻ്റെ സെക്രട്ടറി CP ഷാജി അവർ, സെന്റ് തോമസ് പ്രാർത്ഥന യോഗത്തിൻ്റെ സെക്രട്ടറിയായ പ്രിയപ്പെട്ട ബിജു, ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്ന PS വർഗീസിനോടും ഉള്ള നന്ദി നിസ്സീമമാണ്. നിങ്ങൾ എല്ലാ കാര്യത്തിലും എന്നോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതിൽ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും നന്ദി അറിയിക്കും. ഇദ്ദേഹം നന്ദി അവസാനിപ്പിക്കാം. അതുപോലെ സമാജത്തിൻ്റെ പ്രവർത്തകരായി ഞാനിവിടെ ചുമതല യോജിക്കുമ്പോൾ പ്രിയപ്പെട്ട എൽസിമാമയാണ് എൻ്റെ ജനറൽ സെക്രട്ടറി. ഇപ്പോൾ ആനി ബേബി ജോൺ എൻ്റെ ചുമതല വഹിക്കുന്നു. സ്ത്രീ സമാജത്തിലെ എല്ലാ അമ്മമാരോടും എൽസിമാമ പറഞ്ഞത് ഏറെ സന്തോഷമാണ്. എൻ്റെ അമ്മയുടെ പ്രായമുള്ളവരാണ് അവിടെ ഇരിക്കുന്നവരെല്ലാം. അവരോട് പോയി ഒരു ടൂറെ പോകാൻ പറ്റിയുള്ളൂ. കഴിഞ്ഞ ദിവസം എൽസിമാമ പറഞ്ഞു, അച്ഛാ ഓഫീസുകാരുടെ ടൂർ എന്നെ കൊണ്ടുപോയില്ലല്ലോ എന്ന്. പക്ഷെ ഞാൻ അടുത്ത് ഏരിയച്ച് വരുമ്പോൾ ഉറപ്പായിട്ട് കൊണ്ടുപോകും എന്നുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു യാത്ര അവരോടൊപ്പം നിർവഹിക്കാൻ സാധിച്ചു. മറ്റ് സെക്രട്ടറിമാരായിരിക്കും പ്രിയപ്പെട്ട ഷെർലിൻ മാമ, ശ്രീമാമ, സൂസൻ മാമ, മറ്റ് സെക്രട്ടറിമാരോടുമുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കാം. അടുത്തതായി സൺഡേ സ്കൂളിൻ്റെ അധ്യാപകരാണ്. ഞാൻ ഈ ദേവാലയത്തിൻ്റെ ചുമതലയിൽ ബഹുമാനപ്പെട്ട ബാലിച്ചാനാണ് ഈ ദേവാലയത്തിൻ്റെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററായി സേവനമനുഷ്ഠിച്ചു. അദ്ദേഹം തന്നെ പിന്മാറുകയും അതിനുശേഷം പ്രിയപ്പെട്ട റെനി കൊച്ചമ്മ ഇതിൻ്റെ ചുമതല വഹിക്കുകയും ചെയ്തു. ഭംഗിയായി രണ്ടുപേരും എന്നോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു. ഈ 2 സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർമാരോടുമുള്ള
നന്ദി ഈ തരുണത്തിൽ അറിയിക്കാൻ. അതുപോലെ എനിക്കൊരു സന്തോഷം, സൺഡേ സ്കൂളിലെ 12 എല്ലാ അധ്യാപകരും 12 പാസ്സായവർ എൻ്റെ ഈ ഒരു കാലഘട്ടത്തിലാണ് എന്നുള്ളത്. അതുകൊണ്ട് എന്നോട് കാണിച്ച ആ നിസ്സീമമായ സഹകരണത്തിന് സൺഡേ സ്കൂളിലെ എല്ലാ അധ്യാപകരോടും കുഞ്ഞുങ്ങളോടും അതിന് ചുമതല വഹിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഗായക സംഘമാണ് അടുത്ത ഏറെ നന്ദി അറിയിക്കുന്നത്. ആരാധനകളുടെ മാധുര്യം അവരാണ്. തിരക്കുകൾക്കിടയിലും എന്നോട് ചേർന്ന് നിന്ന പ്രിയപ്പെട്ട സാമച്ചാനോടും പ്രിയപ്പെട്ട കുഞ്ചുവൻചാനോടും പ്രിയപ്പെട്ട സന്തോഷിനോടും പ്രിയപ്പെട്ട 2 വീരമാമനോടും അതുപോലെ അനുവിനോടുമുള്ള നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു. നിങ്ങളുടെ ഈ വിലയേറിയ സാന്നിധ്യത്തിന് എല്ലാ നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കുക. അടുത്തത് യുവജന പ്രസ്ഥാനത്തിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ്. എല്ലാ കാര്യങ്ങളിലും അവരെന്നോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു. യുവജന പ്രസ്ഥാന സെക്രട്ടറി ആയിരുന്ന പ്രിയപ്പെട്ട ജിതിൻ മണലെ, അതുപോലെ ജിതിൻ ജോഹാൻ, ഈ 3 സെക്രട്ടറിമാരാണ് 3 വർഷം എന്നോട് ചേർന്നവരോടൊപ്പം ട്രഷറർമാരുണ്ട്, കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഈ കാപ്പ യുവജന പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ എനിക്ക് തന്നതാണ്. അവരോടുള്ള നിസ്സീമമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കൂടുതൽ അവർക്ക് പ്രവർത്തിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു. അതോടൊപ്പം എൻ്റെ ശുശ്രൂഷ സംഘങ്ങളാണ്. ഏത് ആരാധനകളിലും അവരുടെ സാന്നിധ്യമാണ് ശുശ്രൂഷയെ ഭംഗിയാക്കുന്നത്. പ്രിയപ്പെട്ട തോമാച്ചാൻ്റെ സാന്നിധ്യമുണ്ട്. 3 വർഷവും അതിന് മുമ്പും അദ്ദേഹവുമായിട്ടുള്ളൊരു സ്നേഹബന്ധമുണ്ട്. അപ്പാപ്പച്ചാൻ ഉൾപ്പെടെ സിറിൽ വരെ എല്ലാവരുടെയും പേരുകൾ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. പ്രിയപ്പെട്ട തോമാച്ചാനോടും അതോടൊപ്പം ഇപ്പോൾ പ്രധാന ശുശ്രൂഷകനായി വഹിക്കുന്ന ജിബിൻ ഒരു വാക്ക് പറയട്ടെ. ഞാൻ പറഞ്ഞില്ലേ പോലും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അവനിവിടെ ഉണ്ടാകും. ഒരു ചിരിക്കുന്ന മുഖത്തോടെ എല്ലാ കാര്യങ്ങളിലും സഹോദരനിലും എന്നോട് ചേർന്ന് നിന്ന പ്രിയപ്പെട്ട ജിബിനോടും എൻ്റെ എല്ലാ ശുശ്രൂഷകളും എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇട്ട കാപ്പ ശുശ്രൂഷകൾ തന്നതാണ്. അപ്പം ഇന്നവരെനിക്ക് സമ്മാനം നൽകിയതേ ഉള്ളൂ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടും ഉള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുക. അതോടൊപ്പം ഭദ്രാസന പ്രതിനിധികളായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ സമയത്ത് നന്ദി അറിയിക്കുന്നു. അതുപോലെ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഹൃദയയിൽ വന്നൊരു പൊതിയോ കൂടെ കൂടുവാനായിട്ട് എനിക്കിടയായി. സന്യൻ ജെയിംസ് പടിത്തരയ്ക്കൽ ഈ ചാക്കവറുകൾ അവരോടുള്ള നിസ്സമമായ നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു ഭാഗമായി തീരുവാനായിട്ട് എനിക്കിടയായി എന്നുള്ളതിൽ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. പ്രാർത്ഥനാ യോഗത്തിൻ്റെ പ്രാർത്ഥനാ വലയത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഉള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. പ്രായാധിക്കൊണ്ട് ജോർജ് സാർ രാവിലെ വരുന്നത് ഞാൻ കണ്ടു. പക്ഷെ ഒരിക്കലും സാർ ഒരു വാത്സല്യ പ്രകാരം മുമ്പോട്ട് കടന്ന ഒരു വാക്ക് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. സാർ കാണിച്ച ആ നിസ്സീമമായ വലിയ നന്ദിക്ക് ഈ സമയത്ത് ബഹുമാനപ്പെട്ട ജോർജ് സാറിനോടുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുക. ഞാൻ ഏത് ദേവാലയത്തിൽ നിന്നും വെറിഞ്ഞ് യാത്ര പറയുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മ. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയതാണ്. അവിടെ നിന്ന് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ബലിയർപ്പിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ വലിയൊരു പ്രാർത്ഥന എപ്പോഴും എന്നോട് കൂടെയുണ്ട്. അത് ഇവിടെ കാണുന്ന ഒരു അമ്മമാരെയും ഞാൻ എൻ്റെ അമ്മമാരായിട്ട് തന്നെയാണ് കാണുന്നത്. എൻ്റെ അപ്പൻ്റെ അവസാനിക്കും ഇവിടെ ഓരോരുത്തരും തലമുതിർന്ന ആളുകൾ വയ്ക്കുമ്പോൾ ഇത് പലപ്പോഴും ഞാൻ തിരിച്ചറിയാറുണ്ട്. ഒരു വലിയ പ്രാർത്ഥന എപ്പോഴും എനിക്ക് ശക്തിയും ബലവുമാണ്. ഇന്ന് ഇവിടെയില്ല, ശാരീരികമായ ദിവസത്തിൽ വരാനായിട്ട് സാധിച്ചിട്ടില്ല. ഞാൻ എല്ലാം നന്ദി പറഞ്ഞ് ഈ ദേവാലയത്തിൽ 3 വർഷവും ഞാൻ ഓർത്ത ഒരാളാണ്. ഓരോ ശുശ്രൂഷകളിലും ഓടി നടന്ന് ചെയ്യുവാൻ എനിക്കൊരു എൻ്റെ പിന്നിലെ ചാലക ശക്തി ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ രാവിലെ നിൽക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയെ ഞാൻ കാണാറുണ്ട്. ചിലപ്പോൾ ഞാൻ ചില മടി കാണിക്കാറുണ്ടേ പോലും എനിക്ക് വേണ്ടി കൃത്യം ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ 4:30 ഒരു പ്രാർത്ഥനാ സമയം എൻ്റെ അമ്മയ്ക്കുണ്ട്. നമ്മൾ ചിലപ്പോൾ മടി കാണിച്ച് എങ്കിലും കൃത്യമായി 4:30 പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ. അമ്മയുടെ പ്രാർത്ഥന മുറിയില്ല, അമ്മയുടെ മുറിയില്ല. അമ്മ കാല് നീക്കി വെച്ച് പ്രാർത്ഥിക്കുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതുപോലെ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സഹധർമ്മിണി മക്കൾ അവരെ ഈ സമയത്ത് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം ഈ കാലഘട്ടങ്ങളിലൊക്കെ പൂർണ്ണ സമയം ഒരു വികാരിക്ക് ശുശ്രൂഷിക്കാൻ സാധിക്കുമെങ്കിൽ വീട്ടുകാർക്ക് പരാതി പറഞ്ഞാൽ അത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നുണ്ട്. അസാന്നിധ്യത്തിൽ വരാനായിട്ട് സാധിച്ചില്ല. അസാന്നിധ്യത്തിലെ ഈ സമയത്ത് ഞാൻ അവരെ നന്ദിയോടെയും പ്രാർത്ഥനയോടെയും എൻ്റെ മാതാവിനെ ഓർക്കുകയാണ്. ഇതോടൊപ്പം എനിക്ക് ഇവിടെ നന്ദി പറയാനുള്ളത് പ്രിയപ്പെട്ട സെക്യൂരിറ്റി സ്റ്റാഫായിരിക്കും ബഹുമാനപ്പെട്ട മെസോഗേട്ടൻ വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയം പ്രസന്ന ജനപോലെ സീഫറായിരിക്കും ശാന്ത പ്രിയപ്പെട്ട ആരും അവരോടുള്ള നന്ദി എനിക്ക് നിസ്സീമമാണ്.
ചായയും കാപ്പിയും ഒക്കെ ഏത് സമയത്ത് പറഞ്ഞാലും കൊണ്ടുതരുന്നത് അവർ ഓരോരുത്തരുമാണ്. അതുപോലെ ഇവിടുത്തെ യാത്രയ്ക്ക് സമ്മേളനത്തിന് ക്രമീകരണം ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ചുമതല വഹിക്കുന്ന ആളുടെ പേരുകളിൽ ഞാൻ പറയുന്നില്ല. അവർ പ്രിയപ്പെട്ട എല്ലാവരും ഉണ്ട്. പ്രിയപ്പെട്ട വീട്ടിലെ അമ്മച്ചി ഉൾപ്പെടെയുള്ള തലമുതിർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഇവിടെ കാണുകയാണ്. അതുപോലെ എനിക്കേറെ ആദ്യമേ നന്ദി പറയാൻ ഞാൻ വിട്ടുപോയതാണ്. പേരുകൾ ആദ്യം ഞാൻ എഴുതി വെച്ചാണ് ഇവിടുത്തെ ഇടവപ്പെട്ടക്കാർ. അവരെയാണ് ഞാൻ ആദ്യം പറയുന്നത്. ബഹുമാനപ്പെട്ട വൈ തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട മാമൻ തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട വർഗീസ് യോഹന്നാൻ അച്ഛൻ, ബഹുമാനപ്പെട്ട സുനിൽ അച്ഛൻ, ബഹുമാനപ്പെട്ട ഫിലിസ് യോഹന്നാൻ അച്ഛൻ, ബഹുമാനപ്പെട്ട എൽവിൻ അച്ഛൻ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ കുടുംബങ്ങൾ, അവരെനിക്ക് ചെയ്തിട്ടുള്ള, എന്നോട് കാണിച്ചിട്ടുള്ള എല്ലാ നിസ്സീമമായ സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും ഈ തരുണത്തിൽ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. അതോടൊപ്പം ആരെങ്കിലും ചിലപ്പോൾ ഏറ്റവും അടുത്ത് നിന്ന് ആരെങ്കിലും ഒരാളെ വിട്ടുപോയിട്ടുണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഇത് സദയം ക്ഷമിക്കുക. ഞാൻ ആരെയും അറിഞ്ഞുകൊണ്ട് വിട്ടുപോയതല്ല. എല്ലാവരുടെയും പേരുകൾ ഞാൻ ത്രോണോസിൽ എന്നും ഓർക്കുന്നു. നിങ്ങൾ എല്ലാവരോടുമുള്ള നിസ്സീമമായ നന്ദിയും സ്നേഹവും എനിക്ക് ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. ആവശ്യങ്ങളിൽ, ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ എനിക്ക് കൂടെ നിന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. എൻ്റെ വായിൽ നിന്നോ എൻ്റെ വാക്കുകളിൽ നിന്നോ പെരുമാറ്റത്തിൽ നിന്നോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വേദന സമയം അതിക്രമിച്ചു എന്ന് എനിക്കറിയാം. ഉണ്ടായിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. മുൻപോട്ടും എൻ്റെ ഇടവക ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ചെയ്യുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ശക്തിയായിരിക്കണം, കോട്ടയായിരിക്കണം. എനിക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ നിശ്ചയമായ വലിയ പാരിതോഷികത്തിന് ഏറെ നന്ദിയാണ്. ഞാൻ ഏറെ നന്ദിയും കടപ്പാടുള്ളവനാണ്. നിങ്ങളുടെ പാരിതോഷികം നിറഞ്ഞ മനസ്സോടെ ഞാനത് സ്വീകരിക്കുന്നു. അതിന് നേതൃത്വം കൊടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ സമയത്ത് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഈ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ് എനിക്ക് ആശംസകൾ പറഞ്ഞത്. ദേവി അപ്പാപ്പുചാൻ, അതുപോലെ ജോർജ് മൻസാറ്, ബഹുമാനപ്പെട്ട ചെറിയ വർഗീസ്, ബഹുമാനപ്പെട്ട ബാബുചാൻ, പ്രിയപ്പെട്ട റെനി കൊച്ചമ്മ, ആനി ബിജോൺ, പ്രിയപ്പെട്ട എൽസിമാമ, പ്രിയപ്പെട്ട എലിസബത്ത് ടീച്ചർ, ഒരു വേദി അലങ്കരിച്ച് ഈ യോഗം വളരെ ഭംഗിയായി, പിന്നെ ക്ഷമയോടെ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവരാണെന്ന് എനിക്കറിയാം. ഇത്രയും നേരവും നിങ്ങൾ എൻ്റെ യാത്രയ്ക്ക് വേണ്ടി എന്നോടുള്ള കാണിച്ചിട്ടുള്ള എല്ലാ നിസ്സീമമായ സഹകരണത്തിനും നന്ദി മാത്രം പറയുന്നു. എൻ്റെ പ്രാർത്ഥനയിൽ എന്നും ഈ ദേവാലയം ഉണ്ടാകും. ട്രാൻസ്ഫറായി പോകുമ്പോൾ ഞാൻ എൻ്റെ സ്ഥിരം പ്രാർത്ഥനാ പുസ്തകത്തിൽ ആ പള്ളിയുടെ പേരും എഴുതി വെക്കും. അത് എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകും. അതുപോലെ സന്ധ്യാപ്രാർത്ഥനയിൽ എന്നോട് ചേർന്ന് നിന്ന പ്രിയപ്പെട്ടവരുണ്ട്. വ്യാപാരി വ്യവസായ മേഖലയിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ടവരുണ്ട്. അല്പമായോ അധികമായോ എന്നോട് സ്നേഹിക്കുകയും സഹകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. മുളക്കരയിൽ 1-ാം തീയതി ഞാൻ ചുമതലയേൽക്കും. അന്ന് തന്നെ ബഹുമാനപ്പെട്ട പ്രിൻസച്ചൻ ഇവിടെ ചുമതലയേൽക്കും. നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സ്നേഹത്തിനപ്പുറമായി ബഹുമാനപ്പെട്ട അച്ഛന് നിങ്ങൾ കരുതൽ കൊടുക്കണം. കാരണം അച്ഛന് ഏറെ എന്നെക്കാൾ ഒത്തിരി കഴിവുകളുള്ള വിശേഷമായ വ്യക്തിത്വമാണ് അടുത്ത വികാരിയായി നിങ്ങളുടെ ചുമതല ഏൽക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കണം. പേരുകൾ ചില സമയം വിട്ടുപോയിട്ടുണ്ടാകാം. എന്നാൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്ന് മാത്രം നിങ്ങൾ കരുതുക. നിങ്ങൾ എനിക്ക് കാണിച്ചിട്ടുള്ള എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ബലഹീനായ എന്നെ ഓർക്കണം. വിശാലമായ അതിഗംഭീരമായ യാത്രയ്ക്ക് നൽകിയതിന് നന്ദി പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മറുപടി പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കൃതജ്ഞത അർപ്പിക്കുന്നു. ശ്രീ വി എസ് കറിയ, മുൻ എച്ച്. നിങ്ങളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഒന്ന് എണീറ്റ് പോകാനുള്ള സൗകര്യം ലഭിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. എങ്കിലും ഒട്ടും സമയം കളയാതെ എല്ലാവരും ഈ മീറ്റിംഗ് കഴിയത്തക്ക രീതിയിൽ പ്രവർത്തിക്കാം. ആദ്യമായിട്ട് എനിക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇവിടെ എല്ലാവർക്കും കൃതജ്ഞത അല്ലെങ്കിൽ നന്ദി അറിയിക്കുക എന്നുള്ള ചുമതലയാണ്. എങ്കിൽ തന്നെ വികാരിയച്ഛന് പോകുന്ന ഈ സമയത്ത് അച്ഛനോട് ആദ്യം നന്ദിക്ക് മുമ്പായിട്ട് 2 വാക്ക് അച്ഛനെ കുറിച്ച് പറയണമല്ലോ. നല്ല വാക്ക് പറയാൻ വേണ്ടി ബഹുമാനപ്പെട്ട അച്ഛന് ഇവിടെ പ്രീ സെമിനാരി സ്റ്റുഡൻ്റായിട്ട് വരുമ്പോൾ മുതൽ എനിക്ക് അച്ഛനെ പരിചയമുണ്ട്. എപ്പോഴും ഞാൻ കാണുന്ന ഈ ദേവാലയത്തിൻ്റെ ഈ അങ്കണത്തിലെ അച്ഛൻ തിരുമേനിയോട് കൂടി ഇന്ന് പ്രവർത്തിക്കുന്ന പല പ്രവർത്തന മേഖലകളും കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് വരയ്ക്കുകയും അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഇറങ്ങി വരുമ്പോഴും കാണുന്നത് വിയർത്ത് ഒലിച്ച മുഖത്തോടു കൂടി നട്ടുച്ച സമയത്തൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന, അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു അതൊക്കെ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഞാൻ വളരെ വിഷമിച്ചിട്ടുണ്ട്. അയ്യോ
ഇതുവരെയൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ തിരുമേനി. ആ ഒരു ദിവസം വാരിയിട്ട മെറ്റില് പിറ്റേ ദിവസം അവിടെ പറക്കി തെങ്ങൻ ചോട്ടി കൊണ്ടിടാൻ പറ്റും. അവിടെ കിടക്കുന്ന മൂന്നാം ദിവസം അവിടുന്ന് അങ്ങ് എത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടിടാൻ പറ്റും. ഈ കഷ്ടപ്പാട് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിയോ ഈ ജോലിക്ക് പോകും. ഈ പുരോഹിത ബുദ്ധിയിൽ എന്തുമാത്രം കഷ്ടത അനുഭവിച്ചാണ് കയറി വരുന്നത്. പക്ഷെ അതെല്ലാം പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ മനസ്സിലായത് ഇവരുടെ മനസ്സിനെ മെരുക്കിയെടുക്കുന്ന ഒരു ആയുധമായിട്ടാണ് തിരുമേനി ചെയ്തത്. അതുകൊണ്ട് തിരുമേനി ഇങ്ങനെ മെരുക്കിയെടുത്ത രീതിയിൽ ആരും തന്നെ നശിച്ചു പോയിട്ടില്ലെന്ന് എൻ്റെ അറിവ്. അങ്ങനെ എത്രയും ഭംഗിയായ തിരുമേനി ഇവരെ കൈകാര്യം ചെയ്തു. അതിൽ കൂടി ഇവർ വളർന്നു വന്നു. വളരെ സന്തോഷമായ അവസ്ഥയിലെ ഒരു വൈദികനായി ഇപ്പോൾ മൂന്നാമത്തെ പള്ളിയായി ബലിയിൽ പ്രവർത്തിക്കാൻ ഇത്രയും കഴിവ് കിട്ടിയത് അച്ഛൻ തന്നെ പറഞ്ഞല്ലോ തിരുമേനിയുടെ ശിക്ഷണമായി. ഞാൻ അച്ഛൻ വരുന്ന സമയത്ത് 5-6 മാസമേ സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്ററായിട്ടിരിക്കാൻ സാധിച്ചുള്ളൂ. ഞാൻ അച്ഛനോടെന്ന് പറഞ്ഞാൽ എനിക്ക് സുഖമില്ല, ഞാൻ ഈ സ്ഥാനം ഒന്ന് ഒഴിയാൻ പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി ക്രിസ്മസിന് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകണം, വണ്ടിയെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യണം. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് എന്നെ കൊണ്ട് ഒക്കത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് വന്ന് പറഞ്ഞത്. കാരണം എനിക്ക് 100% പൂർണ്ണതയോടുകൂടി പ്രവർത്തിക്കാൻ വയ്യാത്ത മേഖലയിൽ ഞാൻ പിന്നെ എന്തിനായിരിക്കുന്ന എന്ന് കണ്ടുകൊണ്ട് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ അച്ഛാ ഞാൻ വന്നതേ ഉള്ളല്ലോ, അച്ഛനെ വിട്ടിട്ട് പോവാണോ എന്ന് പറഞ്ഞു. ഞാൻ സാരമില്ല അച്ഛാ, ക്രിസ്തുമസിന് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അധ്യാപകനായിട്ട് ഞാൻ ഇരുന്നോളാം 3 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോവാം, അച്ഛന് വേണ്ടി പോവാം, എനിക്ക് ആ കാര്യങ്ങളെല്ലാം ഒന്ന് ക്രമപ്പെടുത്തി തന്നാൽ മതി എന്ന് പറഞ്ഞു. വളരെ സത്യസന്ധതയോട് ഒരു വീട് പോലും വിട്ടു പോകാതെ ആ ലിസ്റ്റ് എഴുതി അച്ഛനെ ഏൽപ്പിച്ച് അച്ഛൻ വളരെ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്തു. പിന്നീട് എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ആ നല്ല ഒരു ലിസ്റ്റ് എനിക്ക് തന്നതുകൊണ്ട് ഒരു വീട് വിട്ടു പോകാതെ ഞാൻ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു. സന്തോഷം. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ സൺഡേ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൊച്ചമ്മ നമ്മുടെ വിനയ് മാത്യൂസ് കൊച്ചമ്മയെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചു. അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ OBBS പോയി അച്ഛന് വളരെ സന്തോഷമായിരുന്നു. അല്ലാതെ ഒരു ചെറിയ പ്രയാസമുണ്ടായിരുന്നു. 3 OBBS നടക്കേണ്ട കാലഘട്ടത്തിൽ ഒരു OBBS അച്ഛൻ പങ്കെടുക്കാൻ സാധിച്ചുള്ളൂ. കോവിഡും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അതൊന്നും നടന്നില്ല. അച്ഛൻ വളരെ സന്തോഷവാനായി അച്ഛനും ഫാമിലിയും മൊത്തമായിട്ട് ഞങ്ങളുടെ കൂടെ OBBS ഉണ്ടായിരുന്നു. അങ്ങനെ ആ സന്തോഷമായ അവസ്ഥ അച്ഛൻ കഴിഞ്ഞു. അച്ഛന് ഈ ബലിയിൽ പ്രവർത്തിച്ച കാലമൊക്കെയും യാതൊരു ബുദ്ധിമുട്ടും എൻ്റെ അറിവിൽ ഉണ്ടായിട്ടില്ല. വളരെ സന്തോഷകരമായ അവസ്ഥയിലാണ് അച്ഛൻ പോയത്. ഈ അച്ഛനെ ഒരു നന്ദി ഞാനൊരു ആശംസയെ അർപ്പിച്ചു. ഇതേപോലെ ഒരു ആശംസ അർപ്പിക്കുകയും ഇനി അച്ഛന് ഞാൻ നന്ദി അർപ്പിക്കണം. അച്ഛൻ ഇത്രയും നാൾ പ്രവർത്തിച്ച ആ പ്രവർത്തന മേഖലയിൽ ബലിയിൽ ചെയ്ത എല്ലാ നല്ല കാര്യത്തിനും ഇന്ന് ഇത്രയും സമയം ഇരുന്ന് ഇതെല്ലാം ശ്രമിച്ച അച്ഛന് വികാരി എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെ പേരിലും നല്ല ഈ ഇടവകളിലെ എല്ലാ ആളുകളുടെ പേരിൽ എല്ലാ സംഘടനകളുടെ പേരിലുമുള്ള നന്ദി അർപ്പിക്കുന്നു. കൂടാതെ ഇവിടെ മറ്റ് ഇടവകളിൽ നിന്നും അച്ഛൻ്റെ ആരാധനയിൽ പങ്കെടുക്കാൻ ഇവിടെ എല്ലാ ഞായറാഴ്ചയും വരുന്ന പ്രിയപ്പെട്ട സ്നേഹിതന്മാർ എല്ലാവരോടും അവരുടെയും പേരിൽ ഉള്ള നന്ദി ഞാൻ അച്ഛനെ അർപ്പിച്ചുകൊള്ളു. രണ്ടാമത് ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച നമ്മുടെ പ്രാർത്ഥനയോഗം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന PV അപ്പാപ്പു അച്ചായനാണ്. അച്ചായനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട. അച്ചായൻ എല്ലാ കാര്യങ്ങളും ബദലിലുണ്ട്. ശുശ്രൂഷകനായ എൻ്റെ കാര്യത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് ശുശ്രൂഷ നടത്തുന്നു. എല്ലാ രീതിയിലും ഈ ഇടവകയുടെ നല്ല കാര്യങ്ങൾക്കൊക്കെ അപ്പാപ്പുച്ചാൻ മുമ്പിൽ ഉണ്ട്. അതുകൊണ്ട് ഈ മീറ്റിങ്ങിൻ്റെ പേരിൽ അപ്പാപ്പുച്ചാനുള്ള നന്ദി ഞാൻ അർപ്പിച്ചുകൊള്ളു. മൂന്നാമതായിട്ട് ട്രസ്റ്റി സ്ഥാനം വഹിക്കുന്ന നമ്മുടെ സാബു ചെറിയാൻ വർഗീസ്, മലയിൽ പുത്തൻവീട്, പഴയ ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ്റെ മകനാണ്. എൻ്റെ പിതാവും അധ്യാപകനായിരുന്നു. ഇവരെല്ലാം ഒന്നിച്ച് പ്രവർത്തിച്ച കൊച്ചിരുമയുടെ കാലം മുതൽ ബദലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നു. അവരുടെ മക്കളാണ് ഞങ്ങളൊക്കെ. ആ സാബു ചെറിയാൻ വർഗീസിനെ ഈ ട്രസ്റ്റി എന്നുള്ള നിലയിൽ ഈ ഇടവകയുടെ എല്ലാ കാര്യങ്ങളും വന്ന് നോക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാബുവിന് ഈ മീറ്റിങ്ങിൻ്റെ പേരിൽ ഞാൻ നന്ദി അർപ്പിച്ചു. മൂന്നാമതായിട്ട് നമ്മുടെ ഏറ്റവും സീനിയറായി ഇരിക്കുന്ന നമ്മുടെ ജോർജ് സാർ,
90 വയസ്സിനടുത്ത് പ്രായം കാണുമെന്ന എൻ്റെ വിചാരം. അദ്ദേഹം ഇവിടെ വന്ന അച്ഛന് നല്ല ആശംസകളൊക്കെ അർപ്പിച്ചു. അച്ഛന് ആശംസകൾ അർപ്പിച്ചു. ഇവിടെ ഇത്ര നേരം ഇരിക്കാൻ സാധിച്ചു. സാറിനെ ഈ യോഗത്തിൻ്റെ പേരിൽ ഉള്ള നന്ദി ഞാൻ അർപ്പിച്ചുകൊള്ളു. അടുത്തതായിട്ട് നന്ദി അർപ്പിക്കേണ്ടത് നമ്മുടെ LC ജോർജ് ശ്രീ സമാജം സെക്രട്ടറി. എല്ലാ കാര്യങ്ങളും അച്ഛൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ആശംസകളെ അർപ്പിച്ചു കഴിഞ്ഞല്ലോ. ശ്രീ LC ജോർജിന് ഞാൻ ഈ ഇടവകയുടേതായിട്ടുള്ള നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ സൺഡേ സ്കൂൾ ഹെഡ്മിസ്ട്രസ്സായി പ്രവർത്തിക്കുന്ന ഫെന്നി മാത്യു കൊച്ചമ്മയ്ക്ക് ഈ സൺഡേ സ്കൂളിൻ്റെ ഇതായിട്ടുള്ളത് എല്ലാ ഇടവകയുടെ ആയിട്ടുള്ള എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. അടുത്ത ശ്രീ സമാജം ജനറൽ സെക്രട്ടറിയായ ഇവിടുത്തെ പ്രവർത്തിക്കുന്ന ആനി ബേബി ജോൺ, ശ്രീ ആനി ബേബി ജോണിൻ്റെ ആശംസകൾക്ക് ഈ ഇടവകയുടെ പേരിലും എല്ലാവരുടെയും പേരിലുള്ള നന്ദി അർപ്പിച്ചുകൊള്ളു. അടുത്തത് ഈ യോഗം കണ്ടക്ട് ചെയ്ത എലിസബത്ത് ജോർജ് സീനിയർ അധ്യാപികയാണ്. എലിസബത്ത് ജോർജിന് ഈ ഇടവകയുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അർപ്പിച്ചുകൊള്ളു. കൂടാതെ ആശംസ അർപ്പിച്ച ലീഗൽ ചാക്കോ അഡ്വൈസറി ബോർഡ് മെമ്പർ, സണ്ണി മണലിൽ അഡ്വൈസറി ബോർഡ് മെമ്പർ, ഇവർക്കുള്ള നന്ദി എല്ലാവരുടെയും പേരിൽ അർപ്പിച്ചുകൊള്ളു. അഡ്വൈസറി ബോർഡ് മറ്റംഗങ്ങൾക്കും എല്ലാവരെയും അവർക്കുള്ള നന്ദി ഈ സമയം അർപ്പിച്ചുകൊള്ളുന്നു. കൂടാതെ ശുശ്രൂഷകർ, യുവജന പ്രസ്ഥാനം ചുമതലക്കാർ, സൺഡേ സ്കൂൾ അധ്യാപകർ, മക്രമറിയ സമാജം സെക്രട്ടറി, എല്ലാ പ്രാർത്ഥന സെക്രട്ടറിമാർ, ബാലബാലിക സമാജം ചുമതലക്കാരെ, എല്ലാ പ്രാർത്ഥനാ സെക്രട്ടറിമാർക്കും ഞാൻ ഈ യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ടു എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. പേപ്പർ സമ്മേളനം ഇവിടെ അവസാനിക്കും. കൈമുട്ടാനായിട്ട് എല്ലാവർക്കും വരാം. അതോടൊപ്പം നമ്മുടെ ഈ പ്രോഗ്രാം തത്സമയം സംപ്രേഷണം ചെയ്തത് പ്രിയപ്പെട്ട ജിതിനാണ്. അതുപോലെ ഫുഡ് ഓഫ് സഫറിംഗ് എന്ന ഒരു ചാനൽ കഴിഞ്ഞ ദിവസങ്ങളുടെ കുർബാനകളിലും ഇന്നത്തെ യാത്രയുടെ സമ്മേളനമൊക്കെ ഭംഗിയായി നമുക്ക് വേണ്ടി ചെയ്തു. പ്രിയപ്പെട്ട ജിതിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ ചാനലിൻ്റെ ഭാഗങ്ങളൊക്കെ ആയി പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇടയാകണം. പ്രിയ മകന് നമ്മുടെ ഒരാൾ സ്റ്റാൻഡ് ഭംഗിയായിട്ട് വാങ്ങിച്ചു കൊടുത്തു. പ്രത്യേകം നന്ദിയോട് ഓർക്കുന്നു. മനോജിനോടുള്ള ഫോട്ടോ എടുത്ത പ്രിയപ്പെട്ട മനോജിനോടും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ച് ഈ യോഗം അവസാനിച്ചാൽ പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും പ്രഭാത ഭക്ഷണം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് പങ്കുചേർന്നാൽ മാത്രമേ പോകാവൂ എന്നുള്ള കാര്യം സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ കൂടുതൽ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾക്കും വീഡിയോകൾക്കും ദയവായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Please subscribe to this YouTube channel for more Christian songs and spiritual videos.